നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്യൂഷൻ സെൻ്ററുകളുടെ കിടമത്സരം വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ ബാധിക്കുന്നുവോ എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പൊതുപ്രവർത്തകനും രക്ഷാകർതൃ പ്രതിനിധിയുമായ ശ്രീ കെ എച്ച് ഹനീഷ്, സാന്റാക്രൂസ് LP സ്കൂളിലെ അധ്യാപകനായിരുന്ന ശ്രീ സുബൈർ അരൂക്കുറ്റി, MMOHSലെ അധ്യാപകൻ ആയിരുന്ന KSTA നേതാവ് കൂടിയായ മുഹമ്മദ് അൻവർ, അതുപോലെ തന്നെ അധ്യാപകനായ നമ്മുടെ മുജീബ് മാഷ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഞാൻ അൻവർ സാറിനോട് തന്നെ ചോദിക്കുന്നു. സ്കൂളുകളിലെ പഠന നിലവാരം മോശമായതുകൊണ്ടിട്ടാണോ ഇത്തരത്തിൽ ട്യൂഷൻ സെൻ്ററുകളെ കുട്ടികളെ ആശ്രയിക്കേണ്ടി വരുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ കുറച്ച് പിന്നോട്ട് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ട്യൂഷൻ എന്നാണ്. ഈ വാക്കിനും ഒരു പ്രശ്നമുണ്ട്. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പഠിപ്പിക്കുക എന്നേ അർത്ഥമുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ഫീസ് വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകൾ, അതേപോലെ തന്നെയുള്ള മറ്റ് പ്രൈവറ്റ് സ്കൂളുകൾ, അവരവരുടെ ഫീസ് വാങ്ങിക്കഴിയുമ്പോൾ അതിനൊരു റെസീപ്റ്റ് കൊടുക്കും. ആ റെസീപ്റ്റിൽ വിവിധ ആവശ്യങ്ങൾക്കാണ് ഈ പൈസ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതിലൊന്ന് ട്യൂഷൻ ഫീ എന്നാണ് കൊടുക്കുക. അപ്പോൾ ട്യൂഷൻ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് സാധാരണ. പക്ഷേ ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്ന ട്യൂഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ട്യൂഷനാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ ട്യൂഷൻ നടത്തിയിരുന്നത്, ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഹൈസ്കൂളിൽ ഉൾപ്പെടെ പഠിക്കുമ്പോൾ, അന്നൊന്നും എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് വരെ നാട്ടിലെങ്ങും പൊതുവെ ഇത്തരം പ്രൈവറ്റ് ട്യൂഷനില്ല. അപ്പോൾ പിന്നെ അതിന് താഴോട്ട് ചിന്തിക്കേണ്ടതില്ല. ഈ UP LP തലങ്ങളിലൊന്നും ട്യൂഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഏറി വന്നാൽ ബിരുദ തലങ്ങളിലും, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഇന്നത്തെ +2 പകരം ഉണ്ടായിരുന്ന PDC തലത്തിലൊക്കെയാണ് ട്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ട്യൂഷൻ്റെ ഉദ്ദേശം സ്കൂളിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും ഗഹനങ്ങളായ എന്തെങ്കിലും ആശയങ്ങൾ, പ്രത്യേകിച്ചും ഗണിതത്തിൽ, മാത്തമാറ്റിക്സിലോ ഫിസിക്സിലോ ഒക്കെയുള്ള കുറച്ചുകൂടി സങ്കീർണമായ, കുറച്ചും കൂടി ഗഹനമായ എന്തെങ്കിലും ആശയങ്ങൾ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ, അത് വ്യക്തിപരമായി ആ കുട്ടിക്ക് മറ്റൊരു അധ്യാപകൻ, അല്ലെങ്കിൽ ആ രംഗത്ത് കുറച്ചും കൂടി വേണമെങ്കിൽ വൈദഗ്ധ്യമുള്ള, സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ മറിച്ച് എല്ലാത്തരം കുട്ടികളും വന്ന് അത് പ്രൈമറി രംഗം മുതലുള്ള എല്ലാത്തരം കുട്ടികളും പൊതുവിദ്യാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക്, മറ്റേ ജനറൽ എഡ്യൂക്കേഷൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ട്യൂഷനും പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്തെന്ന്, പൊതുവിദ്യാലയങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് മെയിൻ സ്ട്രീം വിദ്യാലയങ്ങളാണ്. അതിൽ CBSE ഉൾപ്പെടെയുള്ളത് ഉൾപ്പെടും. CBSE ആയാലും ICSE ആയാലും കേരള സിലബസ് ആയാലും എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് ആയാലും റെക്കഗ്നൈസഡ് ആയാലും ഏതുതരം സ്കൂളുകൾ അതിൽപ്പെടും. ഇവിടെയൊക്കെ പോകുന്ന കുട്ടികൾ ഒരു ചടങ്ങ് പോലെ, പിന്നെ എന്താണ്, ഇതൊരു നിർബന്ധിതാവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെ വേണം. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ കുളിക്കണം, പല്ല് തേക്കണം, ഉടുപ്പിടണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു നിശ്ചിത പീരീഡിൽ, ആ വിദ്യാഭ്യാസത്തിൻ്റെ പീരീഡിൽ ട്യൂഷൻ കൂടി പോകണം എന്ന ഒരു ധാരണ കുറച്ച് കാലമായി സമൂഹത്തിൽ വേരൂന്നിയിട്ടുണ്ട്. അത് ഒരു പെട്ടെന്നൊരു ദിവസം അതിലുള്ള അപാകതകളൊന്നും പരിഹരിക്കാൻ കഴിയില്ല. കാരണം അത് സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരിക്കലും ഈ മെയിൻ സ്ട്രീം വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് എന്ന് പറയാനും കഴിയില്ല. കൂടുതൽ മാർക്ക് നേടുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യമായി കാണുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുബൈർ സാറേ, ഈ ഇന്നിപ്പോൾ ഈ പ്രൈമറി മുതൽ കുട്ടികൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നു എന്നുള്ളതാണ് കണ്ടുവരുന്നത്. മുമ്പ് ഇപ്പോൾ എൻ്റെ ഒരു പഠനകാലത്തൊക്കെ ആണെങ്കിൽ ഏറിപ്പോയാൽ 10ാം ക്ലാസ് ആകുമ്പോൾ മാത്രമേ ട്യൂഷൻ എന്നുള്ളത് ഒരു സംവിധാനത്തിലേക്ക് പോവുള്ളൂ, ഏറിപ്പോയാൽ.
പിന്നെ പിന്നെ ബിരുദാനന്തര ബിരുദം, അങ്ങനെ ബിരുദം, പ്രീ ഡിഗ്രി, അങ്ങനെ ഉള്ള സംവിധാനത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇപ്പോൾ അൻവർ സാറ് പറഞ്ഞ പോലെ ഈ ട്യൂഷൻ എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിൽ ട്യൂഷൻ സെൻറ്ററുകൾ വരികയും, മുമ്പ് ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ വരലിലുണ്ടാവുന്ന ട്യൂഷൻ സെൻറ്ററുകളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങോട്ട് ട്യൂഷൻ സെൻറ്ററാണ്, ശാഖകളും ഉപശാഖകളുമാണ് ട്യൂഷൻ സെൻറ്ററുകൾ. അങ്ങനെ വരുമ്പോൾ ഇത് രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പ്രശ്നമായി മാറിയ പോലെയാണ് പലപ്പോഴും ട്യൂഷൻ വിട്ടില്ല എന്നുള്ളത്. ഇത്രയും സാമ്പത്തിക, അതായത് ഇത് രക്ഷാകർത്താക്കളുടെ കൂടി കുഴപ്പം ഇതിനകത്തുണ്ടോ? തീർച്ചയായിട്ടും രക്ഷിതാക്കളെയും കൂടെ കുഴപ്പമുണ്ട്, അതുപോലെ അധ്യാപകരെയും കുഴപ്പമുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇന്ന് കുട്ടികളെല്ലാവരും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഉടനെ പോകുന്ന ട്യൂഷൻ സെൻറ്ററിലേക്കാണ്. എന്നാൽ ഈ അധ്യാപകർ പഠിപ്പിച്ച വിഷയം തന്നെ കുട്ടികൾ പഠിക്കുകയും അല്ലെങ്കിൽ ആ ചെല്ലുന്ന ട്യൂട്ടോറിയൽ അവർ അത് തന്നെ പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമാകുമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ട്യൂഷനൊന്നും പോകണ്ട എന്നുള്ള ഒരു അധ്യാപനം കൂടിയാണ്. കാരണം ഞാൻ അറബി പഠിപ്പിക്കുന്ന മറ്റ് സമുദായത്തിൽപ്പെട്ട കുട്ടികൾ, അവർ അറബിയിൽ നല്ല രീതിയിൽ തന്നെ അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരിടത്ത് ട്യൂഷന് പോകുന്നില്ല, അവരുടെ മാതാപിതാക്കൾക്ക് അറബി അറിയില്ല. പക്ഷേ ആ കുട്ടികൾക്കെല്ലാം അറബിയിൽ മാർക്കുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ അവിടെ നേരത്തൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് അധ്യാപകരൊന്നുകൂടി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്യൂഷൻ സെൻറ്റർ തന്നെ ഉപേക്ഷിക്കാം എന്ന് തന്നെ തോന്നുന്നു. ഒപ്പം തന്നെ ഇന്ന് മത്സരമാണ്, തൻ്റെ കുട്ടി എവിടെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ഒരു സ്കൂളിലെ പേര് പറയും, അല്ലെങ്കിൽ CBSE സ്കൂളിലെ പേരുകൾ പറയുന്നു. പിന്നെ ട്യൂട്ടോറിയൽ തന്നെ വലിയ വലിയ ട്യൂട്ടോറിയലുകളിലാണ് തൻ്റെ മകൻ പഠിക്കുന്നത് അല്ലെങ്കിൽ മകൾ പഠിക്കുന്നു എന്നുള്ള ഒരു ഒരു വലിയ ആളാകുമെന്നാണ് തോന്നുന്നത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ രക്ഷിതാക്കളോട്. നിങ്ങൾ സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളെ അധ്യാപകർ പഠിപ്പിച്ചു വിടുന്ന പാഠഭാഗം കൃത്യമായി പഠിപ്പിക്കുകയും നിങ്ങൾ ലഹരിയായിരിക്കണം. രക്ഷിതാക്കൾ കുട്ടികളുടെ ലഹരിയായിട്ട് മാറണം, കുടുംബം ലഹരിയായിട്ട് മാറണം. കുട്ടി ഓടിച്ചെന്നാൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഭക്ഷണം തരുന്നു, ഒപ്പം തന്നെ പഠിപ്പിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് നിൽക്കുന്ന ഒരു കാഴ്ച, ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കടമത്സരം ഉണ്ടാവുകയില്ല. ഇപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ 30% മാർക്ക് കിട്ടാത്ത കുട്ടികൾ വീണ്ടും ഒരു പരീക്ഷ നടത്തിക്കൊണ്ട്, നല്ല കാര്യമാണ് കേട്ടോ, എനിക്ക് തോന്നിയിട്ട് നന്നായിട്ട് നല്ലതാണത്. ആ കുട്ടികൾ ഇനി അടുത്ത വർഷം ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി നോക്കും. കാരണം താൻ പഠിച്ചില്ല എങ്കിൽ താൻ തോറ്റുപോകും. ഇനി അടുത്ത വർഷം തോറ്റു കഴിഞ്ഞാൽ ആ 8ാം ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കും എന്നുള്ള ഒരു ചിന്താഗതി കുട്ടികളിൽ വന്നിട്ടുണ്ട്. പേടിയാണ്, കാരണം കുട്ടികൾ വരെ തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോയിക്കൊണ്ട്. ഇനിയിപ്പോഴുള്ള പിള്ളേർക്ക് ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, രക്ഷിതാക്കളെ കുട്ടികളെ ഒന്ന് അറിയുക, രക്ഷിതാക്കൾ കുട്ടികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അധ്യാപകർ എന്താണോ പഠിപ്പിച്ചു വിടുന്നത് അത് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുക, രക്ഷിതാക്കളും അത് പഠിപ്പിക്കുക എന്ന് മാത്രം. ഈ ചോദ്യത്തിന് ഒരു മറുപടി പറയാണ്ട്, അധ്യാപകർ ഇപ്പോൾ സലാം ചോദിച്ച ചോദ്യത്തിന്, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഫാസ്റ്റ് ബേസ്ഡ് ലോകമാണ്, ഭയങ്കര ഫാസ്റ്റാണ് നമ്മുടെ ജീവിതം, ഒന്നിനും സമയമില്ലായിരിക്കും. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ അതുപോലെ നമ്മൾ ട്യൂഷനൊന്നും പോയിട്ടില്ല. ആദ്യം ഇപ്പം അത് പിള്ളേരെന്ന് വെച്ചാൽ വരുമ്പോൾ തന്നെ ഫുൾ പ്രഷറാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അത് ഇത് ചെയ്യ് കിടമത്സരമാണ്. അതായത് ട്യൂഷൻ ക്ലാസ്സുകളുടെ കിടമത്സരം പോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് ഒരു പൊതുവെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ അപ്പോഴത്തെ എന്താ നടക്കുന്നത്, അയ്യോ അവർ കൊച്ചവിടെ പഠിക്കുന്നത്, അപ്പം എൻ്റെ കൊച്ച്, നമ്മൾ അങ്ങനെ നോക്കിയാൽ പിള്ളേരെ മുന്നോട്ട് നയിക്കുന്നത്. അത് പിള്ളേരിൽ ഭയങ്കര മാനസികമായ ഒരു ഇത് സംഭവിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ പോലെ ആവാനല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ കൊച്ച് ആ ഒരു സ്വന്തമായിട്ട് അവനിക്കൊരു വ്യക്തി വികാസം ഉണ്ടാക്കി കൊടുക്കാനാണ്. മറ്റുള്ളവരെ കാണിച്ചിട്ട് അവനെ പോലെ ആവണമെന്ന് വെച്ചിട്ട് അത് ശരിയല്ലല്ലോ. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടിയാണ്. അതെ, പിന്നെ അധ്യാപകർക്ക് പണ്ട് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡ് ആണെങ്കിൽ എത്തിക്സ് എന്ന് പറയും. നമ്മൾ ഇപ്പൊ എത്തിക്സ് ഇല്ല. ഈ അധ്യാപകരായി എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട 3 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ അത് സങ്കടത്തോടെ പറയാം, ഇവര് BEdും ഇതെല്ലാം പഠിക്കുന്നത് ഭയങ്കര കാശ് കൊടുത്താണ്. ഇവരെയൊക്കെ ഇപ്പൊ ഇവരെ കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ കാലഘട്ടം ഞാൻ പറയുന്നത് വന്നത് സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധത അവർ കാണിക്കല്ല. ഇപ്പൊ എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിച്ച മിസ്സിന്റെ പേര് എനിക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചറിയാൻ പറ്റും. അവർക്ക് ആ ഒരു ബന്ധമേ ഇല്ല. കാര്യം നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ പറയും, നമ്മുടെ ആ ഒരു 10 വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ സുഹൃത്തുക്കള് മിസ്മാരെയാണ്, വീട്ടുകാരായിട്ടല്ല. അപ്പൊ നമ്മുടെ ഒരു വ്യക്തി വികാസം പറഞ്ഞ സ്കൂളിൽ നിന്നാണ്, വീട്ടിൽ നിന്നല്ല. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ
വീട്ടില് സെക്കൻഡറി ആണ്. നമ്മ ഇവിടുന്ന് നല്ല പാഠം പകർന്നു കൊടുത്താലേ അത് നമ്മ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതിപ്പില്ല. ഇപ്പൊ അവർക്ക് പഠിക്കുക, കാശ് നേടുക എന്നുള്ളൂ. അതിൽ ചുരുക്കം, എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. ഒരു 100-ല് 80 പേര് 20 പേര് ഉണ്ടാവുള്ളൂ. 80 പേരും ഈ പറഞ്ഞ ക്യാഷ്, അവർക്ക് ആ എത്തിക്സ് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അവർക്ക് ഏറ്റവും സുഖമുള്ള കാലഘട്ടമാണ് ഇത്രയും സാങ്കേതിക വിദ്യ ഇത്രയും ഇതായ കാലഘട്ടം. അപ്പൊ നമ്മ തന്നെ പിന്നെ ഇതുണ്ട്, മാതാപിതാക്കളുടെ തെറ്റെന്ന് വെച്ചാല് വിജയിക്കണം, തോൽവി. ഇപ്പൊ സാറിപ്പോ അവസാനം സുബേ സാറ് പറഞ്ഞല്ലോ, പിള്ളേര് ആത്മഹത്യയിലേക്ക് നമ്മ തള്ളിയിടണ കുട്ടികളെ. കാര്യം തോൽക്കാൻ ആർക്കും ഇഷ്ടമല്ല. തോൽക്കട്ടെ, പിള്ളേര് തോക്കണ്ടത്. കളിയാവുമ്പോ എല്ലാവരും ഫുൾ ടൈം മൊബൈലിൽ പിടിക്കണം. മൊബൈൽ ഗെയിം എന്ന് വെച്ചാൽ എല്ലാവരും ജയിക്കാൻ വേണ്ടി കളിക്കുന്നത്. തോറ്റാല് അവർക്ക് ഫ്രസ്ട്രേഷനാണ്. ജീവിതത്തിൽ തോക്കണം, തോക്കാണ്ട് എപ്പോഴും അതെ തോറ്റ് ശീലിക്കണം. ഇതെപ്പോഴും നമ്മൾ ജയിച്ചിട്ട് വലിയൊരു ഇതിലെത്തുമ്പോ നമ്മ തോറ്റ് കഴിയുമ്പോ അവിടുന്ന് മാനസികമായി നമ്മ ഇല്ലാണ്ടായി. അപ്പൊ അതെല്ലാം ശീലിപ്പിക്കണം. അതിനും എല്ലാ ഉത്തരവാദിത്തം ഇപ്പത്തെ അധ്യാപകർക്കുണ്ട്. ഹനീഷ് പറഞ്ഞു വരുന്നത് ഇതിലൊക്കെ പ്രധാനപ്പെട്ട കുഴപ്പം രക്ഷകർത്താക്കളുടേതാണ്. അതെ, ഒരു ഇതില് രക്ഷകർത്താക്കളുടെ ഉണ്ട്. ഇല്ല, രക്ഷകർത്താക്കൾക്ക് സമയമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ 2ാം ക്ലാസ് 1ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെ കയ്യിലാത്ത കാശ് പോയി ട്യൂഷൻ ക്ലാസ് വിടുന്നത്. അവർക്ക് വൈകിട്ടാവുമ്പോ സീരിയൽ കാണണം, അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എന്നടക്കൊണ്ടാൻ പറയുന്നത് ഫുൾ ടൈം മൊബൈലില് നമുക്ക് പിള്ളേരെ ശ്രദ്ധിക്കാൻ ഇല്ല. സ്വയമേ ഞാൻ എന്നൊരു ഇത് കുറ്റപ്പെടുത്തുന്ന ഞാൻ ഉൾപ്പെടുന്ന രക്ഷകർത്താ സമൂഹമാണ്. മുനീഫ് സാറേ, ഈ മുനീഫ് സാറ് ഒരു ട്യൂഷൻ കൊടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. സ്കൂളിന് പുറമെ അല്ലേ കുട്ടികൾക്ക് അവിടെ. പക്ഷേ അധ്യാപകൻ എന്ന നിലയിൽ ശരിക്കും ഒരു പക്ക അധ്യാപകൻ എന്ന നിലയിലാണ് പിന്നെ മുജീബ് സാറിന്റെ പ്രവർത്തനം പോകുന്നത്. ഇപ്പോഴത്തെ ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനം ശരിക്കും ഒരു സാമ്പത്തിക ചൂഷണം അല്ലേ നടക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ശരിക്കും ട്യൂഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിലെ ഹാർഡ് സ്പോട്ട് മറികടക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ ട്യൂഷൻ സെൻ്ററിനെ കാണുന്നത്. കുട്ടികൾക്ക് സ്കൂളുകളിൽ ചില വിഷയങ്ങൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. അത് ദൂരീകരിക്കാനുള്ളൊരു ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ട്യൂഷൻ സെൻ്ററിനെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല. ശരിക്കും കുട്ടികൾ അവിടെ ഒരു വിനോദ കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ ട്യൂഷൻ സെൻ്ററിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ പഠനം കൂടാതെ അവർക്ക് ഈ ടൂർ പ്രോഗ്രാമുകൾ, DJ പാർട്ടികൾ, അല്ലെങ്കിൽ മറ്റു പല ആഘോഷങ്ങൾ, ഇതൊക്കെ നടത്താൻ വേണ്ടിയാണ്, ശരിക്കും അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പിള്ളേർ ഈ ട്യൂഷൻ സെൻ്ററുകളെ കുട്ടികളാണ് ഇപ്പോൾ നിർബന്ധം പിടിക്കുന്നത്. കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇപ്പോൾ രക്ഷിതാക്കൾ മുന്നോട്ട് പോകുന്നത്. രക്ഷിതാക്കൾക്കൊരു ഇഷ്ടം ഉണ്ടാവും, പക്ഷെ അതൊന്നും കുട്ടികൾക്ക് അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല. ഓക്കെ, അപ്പോൾ അവർ എത്ര ക്യാഷ് ആയാലും, എത്ര കൂടുതൽ ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലും രക്ഷിതാക്കൾ അവർ നിർബന്ധിതരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല ട്യൂഷൻ സെൻ്ററുകളും ഇപ്പോൾ കണ്ടുവരുന്ന രീതി ഒരുപാട് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് അവർ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നത്. കൂടാതെയുള്ള ചെലവുകളാണ് ഈ DJ പാർട്ടികൾ, അല്ലെങ്കിൽ പല ആഘോഷങ്ങൾ, അതുകൂടാതെ വലിയ വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഗോവ പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരോഗ്യകരമായ ഒരു ഏർപ്പാടല്ല ശരിക്കും. ഇനി ഭാവിയിൽ ചിലപ്പോൾ ഇനി തായ്ലൻഡോ മലേഷ്യയോ ഒക്കെ ആയിരിക്കും അവർ പോണത്. അപ്പോൾ കുട്ടികളുടെ നിർബന്ധത്തിനനുസരിച്ച് പാരൻസ് എങ്ങനെയും ക്യാഷ് കണ്ടെത്തിയിട്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ അവര് അനുവദിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു ബേർഡനാണ് പാരൻസിന്. താങ്ങാൻ കഴിയാവുന്നതിനപ്പുറമാണ് ഇതല്ല. അൻവർ സാറേ, കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂള് ഒരു ലഹരിയല്ലാതായി മാറിയിരിക്കുന്നു. സ്കൂളിലേക്ക് വരുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം രാവിലെ മുതൽ രാത്രി വരെയും ട്യൂഷൻ സെൻ്ററിൽ ഇരുന്നാൽ മതി, സ്കൂളിലേക്ക് പോകണമെന്നില്ല.
എന്നുള്ള ഒരു രീതിയിലേക്ക് കുട്ടികൾ മാറുന്നു. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ രീതി ഈ കുട്ടികളെ അങ്ങനെ പിടിച്ചിരുത്താൻ എന്താണ് ഇവർ മാർഗം ഉപയോഗിക്കുന്നത്? വാസ്തവത്തിൽ സലാം പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്താണ് അതിൻ്റെ ഗൗരവം എന്നറിയാം? നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, ശീല രൂപീകരണം ഇതൊക്കെ നടക്കുന്നത് നമ്മൾ കാലങ്ങളായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? വീടുകളിലാണത് ആദ്യം നടക്കുന്നത്, വിദ്യാലയങ്ങളിൽ രണ്ടാമത് നടക്കുന്നു, സമൂഹത്തിൽ അത് മൂന്നാമത് നടക്കുന്നു, പുറത്ത് പൊതു ഇടങ്ങളിൽ മൂന്നാമത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇതായിരുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 2000-ങ്ങൾ വരെ അനുവർത്തിച്ചിരുന്ന ഒരു രീതി. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ വളർച്ചയും സാങ്കേതിക രംഗത്തുണ്ടായ പൊതുവെ ലോകത്തുണ്ടായ വളർച്ചയും അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലും ഈ ഒരു ക്രമീകരണത്തെ തകിടം മറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരാൾ എങ്ങനെയായി മാറണം, അയാളുടെ സ്വഭാവം എന്താകണം, ശീലം എന്താകണം എന്ന് ആദ്യം തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, മനുഷ്യർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മുമ്പ് കാലങ്ങളിലായിരുന്നെങ്കിൽ കുടുംബങ്ങളിലായിരുന്നു, രണ്ടാമത് സുഹൃത്തുക്കളോടൊപ്പം ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ അളവെല്ലാം വളരെ ദൂരം പിന്നിലാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെലവഴിക്കുന്നത്. ഇത് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നം വാസ്തവത്തിൽ നമ്മളുടെ ഈ ചർച്ചയുടെ പ്രധാന ഘടകമായി മാറേണ്ടതില്ല. മറിച്ച് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, ഈ വീടുകൾ കഴിഞ്ഞാൽ വിദ്യാലയങ്ങളായിരുന്നു സാധാരണഗതിയിൽ കുട്ടിയുടെ ഈ വർത്തന വ്യതിയാനങ്ങളും വർത്തന രീതികളും ഒക്കെ നിശ്ചയിച്ചിരുന്നത്. അവർ കൊടുക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് കൊടുക്കുന്ന അറിവുകളും അനുഭവങ്ങളും കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വിദ്യാലയങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ട്യൂഷൻ സെൻ്ററുകൾ കുട്ടികളുടെ സ്വഭാവശീലങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെ, സ്വഭാവശീലങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം സ്വഭാവങ്ങളും ശീലങ്ങളും ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് രൂപപ്പെടണമെങ്കിൽ കാഴ്ചപ്പാടുകളെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ്. ആ സമയത്ത് ഇവരുടെ കയ്യിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇവര് പെരുമാറുന്നത് ഇത്തരം ട്യൂഷൻ സെന്ററുകളിലാണ്. ഒരു തമാശ, അല്ലെങ്കിൽ ഈ അടുത്ത് കണ്ട ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് വരാം. നമ്മുടെ ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ എല്ലാവരും കണ്ടതായിരിക്കും. അപ്പോൾ ആ സിനിമയിൽ ഇത്തരം ട്യൂഷൻ സെന്ററുകാർ എത്തിപ്പെട്ട അല്ലെങ്കിൽ ഒരു ദുര്യോഗത്തെക്കുറിച്ചാണ്. എന്താന്ന് വെച്ചാൽ അതിൽ ട്യൂഷൻ സെന്റർ ഒന്നും അതിൽ വിഷയമല്ല, മറിച്ചൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഏത് ഹോസ്റ്റലിൽ ചേർക്കണമെന്നത് രക്ഷിതാക്കളുടെ അഭിപ്രായവും താല്പര്യവും ഏറ്റവും നിയന്ത്രണമുള്ള ഒരു ഹോസ്റ്റലിൽ ചേർക്കണം എന്നാണ്. നന്നായി നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഹോസ്റ്റലിൽ തൻ്റെ മക്കളെ ചേർക്കണമെന്നാണ് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഒട്ടും നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാത്ത ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ചേരണം എന്നാണ്. അപ്പൊ ട്യൂഷൻ സെന്ററുകൾക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ, ഇപ്പോഴും പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് കുട്ടികളെ ഒരു ട്യൂഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയാക്കിയാൽ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് നല്ല മാർക്ക് കിട്ടണം, നല്ല സ്വഭാവമായിരിക്കണം, നല്ല പെരുമാറ്റം വരണം എന്നൊക്കെ ആണെങ്കിലും കുട്ടികൾ ആഗ്രഹിക്കുന്നത് അവര് വിചാരിക്കുന്ന രൂപത്തിൽ, അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അറിവിന്റെയും അനുഭവത്തിന്റെയൊക്കെ വെളിച്ചത്തിൽ എന്താണ് ജീവിതം എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നുവോ ആ ജീവിതത്തിന്റെ ഒരു പ്രായോഗിക രൂപം നിർവഹിക്കാനുള്ള ഇടമാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ ഒരു വാസ്തവത്തിൽ രണ്ടിന്റെയും ഇടയിലാണ് ഈ ട്യൂഷൻ സെന്റർ നടത്തുന്നവർ. കാരണം കുട്ടികളെ അവർക്ക് കൺവിൻസ് ചെയ്തേ വരൂ, എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കപ്പെടുന്ന ഒരിടമായി നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ക്ഷണിക്കുകയാണ്. പക്ഷേ രക്ഷിതാക്കളോട് അത് പറയാൻ കഴിയില്ല. രക്ഷിതാക്കളോട് പറയുന്നത് നിങ്ങളുടെ മക്കൾ ഇവിടെ സുരക്ഷിതരായിരിക്കും, നിങ്ങളുടെ മക്കളുടെ പഠനം ഇവിടെ ഏറ്റവും നന്നായി നടക്കും, നിങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങളും ശീലങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നല്ലതായിട്ട് നടക്കും എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യത്തിന്റെ നടുവിലാണ് വാസ്തവത്തിൽ ട്യൂഷൻ സെന്ററുകാരുള്ളത്. അപ്പോൾ അവർക്കിത് പിടിച്ചു നിൽപ്പിന്റെ ഒരു ഭാഗം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ട്യൂഷൻ സെന്ററിൽ മാത്രമല്ല വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് 10-15 വർഷങ്ങൾക്ക് മുമ്പ്, 15 അല്ല, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഇവന്റുകൾ ആദ്യം തുടങ്ങുന്നത് പൊതുവിദ്യാലയത്തിലാണ്.
നമ്മുടെ പ്രവേശനോത്സവമാണ് ആദ്യം തുടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇവന്റ് ആയിട്ട് പൊതുവിദ്യാലയങ്ങളിൽ തുടങ്ങുന്നത്. ഇപ്പോൾ ആ പ്രവേശനോത്സവം മറ്റു പ്രൈവറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിലുണ്ട്, മദ്രസകളിലുണ്ട്, ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം പ്രവേശനോത്സവം ഉണ്ട്. ഇന്ന് സുബൈർ സാറ് 2 പ്രവേശനോത്സവം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ പ്രവേശനോത്സവം സ്കൂളുകൾ നടത്തുന്നു. അതിനുശേഷം പിന്നെ വിവിധ ദിനാചരണങ്ങൾ നടത്തുന്നു. വായനാ ദിനം നടത്തുന്നു, ചാന്ദ്രദിനം നടത്തുന്നു, സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുന്നു, ഓണാഘോഷം, ക്രിസ്മസ്, പെരുന്നാൾ തുടങ്ങി സകലമാന ആഘോഷങ്ങളുടെയും വേദിയായി സ്കൂൾ വന്നപ്പോൾ അധികൃതര് ഇപ്പോൾ അതിൽ നിയന്ത്രണം വെച്ചേക്കാണ്. നിങ്ങൾ ഈ ദിനാചരണങ്ങൾ മാത്രമായിട്ട് പ്രത്യേക സർക്കുലർ ഇറങ്ങി. ദിനാചരണങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ. ഒരു വിദ്യാലയത്തിൽ നടക്കേണ്ട യഥാർത്ഥ പ്രവർത്തനങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് ആചരണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അതേ രൂപത്തിൽ നിന്ന് ട്യൂഷൻ സെന്ററുകാർക്കും ഇതേ രൂപത്തിൽ കുട്ടികളെ ആകർഷിക്കാനായി ഇന്നിപ്പോ ഒരു വിദ്യാലയം ഊട്ടി കൊടൈക്കനാലിൽ ടൂർ പോകണമെന്ന് പറഞ്ഞാൽ മക്കൾ വരൂല. കാരണം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട് തന്ത വൈബിന്ന്. അപ്പൊ ഊട്ടിയും കൊടൈക്കനാലൊക്കെ തന്ത വൈബിന്റെ സ്ഥലങ്ങളാണ്. എന്നാൽ ഗോവയോ അതേപോലെയുള്ള പട്ടായയോ ഒക്കെയാണ് ഇപ്പോ ന്യൂജനിന്റെ ആവശ്യം. അപ്പോ ആ ട്യൂഷൻ സെന്റർ കൊടുക്കുന്നതിനേക്കാൾ മികച്ച ടൂർ സൗകര്യം ഇവിടെ കൊടുക്കുന്നു. ആ ട്യൂഷൻ സെന്ററുകാർ കൊടുക്കുന്നതിനേക്കാൾ മികച്ച കൂടിക്കലരാനുള്ള സാഹചര്യം. കൂടിക്കലരലോ അല്ലെങ്കിൽ യാത്ര പോകുന്നില്ല. അതിലൊക്കെ ഗുണകരമായ വശങ്ങളുണ്ട്. മനുഷ്യർ പരസ്പരം സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മേഖലകളാണ് അതൊക്കെ തന്നെ. പക്ഷേ ഇലക്കത്തിന്റെയും അതിരുകവിച്ചിലുകൾ നമുക്ക് പ്രകടമായി കാണാം. ഈ അതിരുകവിച്ചിലുകൾ തീർച്ചയായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു ഇതിന്റെ വക്കിലാണവർ. അവർ അപകടത്തിലേക്ക് ചാടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അത് DJ-കളിലേക്കും ആ DJ-കൾ നിശാ സംഗമങ്ങളിലേക്കും ആ നിശാ സംഗമങ്ങൾക്ക് ലഹരിയാകുന്ന മറ്റ് ലഹരി വസ്തുക്കളിലേക്കൊക്കെ കടക്കാനും കടക്കാനും ഒക്കെ ഉള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഏതായിരുന്നാലും ഈ കിടമത്സരങ്ങൾ തീർച്ചയായും ട്യൂഷൻ സെന്ററുകൾ തമ്മിലുള്ള ഇത്തരം അവർക്ക് ആളെ കൂട്ടാനുള്ള കുട്ടികളെ കൂട്ടാനുള്ള ഈ മത്സരങ്ങൾ അപകടകരമായ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ അൻവർ സാർ ഇപ്പൊ പറഞ്ഞല്ലോ ട്യൂഷൻ സെന്ററുകളുടെ ആഘോഷങ്ങളെ കുറിച്ച്. അതിനുള്ള ഒരു മാസം മുമ്പല്ലേ വയനാട്ടില് ട്യൂഷൻ സെന്റർ ആഘോഷം കഴിഞ്ഞിട്ടല്ലോ അവിടെ അടിയുണ്ടാകുന്ന കൊച്ചു മരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് നമ്മത് കാണുമ്പോ അയ്യോ നമ്മ ഭയങ്കരമായിട്ട് വേദനിക്കും. പക്ഷെ അത് കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കൂല. നമുക്ക് വീണ്ടും നമ്മ അവിടെ തന്നെ കൊണ്ടാക്കണാണ്. നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ ആ സങ്കടം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പാടെ മറക്കുകയാണ് ഇപ്പൊ എല്ലാവരും. ഈ ഫുൾ A+ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമമാണ് ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നത്. അത് എണ്ണം ഇപ്പം എൻ്റെ ട്യൂഷൻ സെൻ്ററിൽ ഇത്ര വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. അപ്പോൾ തൊട്ടപ്പുറത്ത് അപ്പോൾ ഈ ഇത്തവണയും ഞങ്ങൾ ഒന്നാമത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ചില ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നത് ഇപ്പോൾ കോഫി വിത്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കുകയാണ്. കോഫി വിത്ത് ചെയർമാൻ. ഇത് ഈ കോഫി വിത്ത് ചെയർമാൻ എന്നുള്ളത് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ചെയർമാനോടൊപ്പം ചായ കുടിക്കാം. ഈ നമ്മൾ ഇപ്പോൾ സ്കൂളിൽ കോഫി വിത്ത് HM എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കുറേ പുതുമാർഗങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇതിനു വേണ്ടി പരിശ്രമിക്കും. ചെയർമാൻ്റെ ഒപ്പം ഒരു കോഫി കുടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിട്ട് പരിശ്രമിക്കും. ഇത് നടന്നില്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ അത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് പലപ്പോഴും മനസ്സിലാവുന്നത്. ഇത്തരം പ്രവണതകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ തോൽവി എന്ന രുചിച്ച് അറിഞ്ഞതിന് ശേഷമാണ് മാഷ് ഈ അധ്യാപക വൃത്തിയിലേക്ക് വരെ എത്തിയത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് മാഷിൻ്റെ വിലയിരുത്തൽ? ഞാൻ SLCക്ക് ഞാൻ അധികം പഠിക്കില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് കൃഷി, എൻ്റെ പിതാവിനോടൊപ്പം പരിസരങ്ങൾ വൃത്തിയാക്കുക, ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്ന വെച്ചത്. അന്ന് പഠിക്കാൻ വേണ്ടി മാതാപിതാക്കളൊന്നും അത്ര നിർബന്ധിക്കാറില്ലായിരുന്നു. എനിക്ക് തോന്നുന്ന ഇപ്പം നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. SLCക്ക് ഏറ്റവും കുറച്ച് മാർക്ക് വാങ്ങി തോറ്റ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഏറ്റവും മാർക്ക് കുറവായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അതുപോലെ എൻ്റെ 2 കൂട്ടുകാരന്മാർക്കും ഏറ്റവും മാർക്ക് കുറവായിരുന്നു.
അങ്ങനെ കുട്ടി സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, എടാ ഒന്ന് ശരിക്കൊക്കെ പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. രണ്ടാമത് ഉഷാറായിട്ട് പഠിക്കാൻ നോക്കിയപ്പോൾ അപ്പോഴും വീട്ടിൽ ചെമ്മീൻ ബിസിനസ്സും കൃഷിയും ആടും കോഴിയൊക്കെ വന്നപ്പോൾ അതിൻ്റെ പുറകെ പിന്നെ നടക്കും. കാരണം ബാപ്പ പൈസ തരും, ബാപ്പ 25 പൈസയൊക്കെ തരും. പിന്നെ മോര് ആ പാല് ബാക്കി വരുമ്പോൾ അത് മോരാക്കിയിട്ട് അത് കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ആ പൈസയൊക്കെ എനിക്ക് എടുക്കാം. ആ പൈസ ദുരുപയോഗം ചെയ്യാറില്ല, ആ പൈസയൊക്കെ കൂട്ടിയൊക്കെ വെക്കാറുണ്ടായിരുന്നു. ആ വർഷം തോറ്റുപോയി. അപ്പോൾ രണ്ടാമത്തവും പൊട്ടി. പിന്നെ ഒരു പണിക്കർ സാറ് പറഞ്ഞു, ഒരു ട്യൂഷൻ സെൻ്ററിലുള്ള പണിക്കർ സാർ, നേരത്തെ പറഞ്ഞാൽ എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം ട്യൂഷൻ സെൻ്ററിലെ ആ അധ്യാപകൻ പണിക്കർ സാറും ഷൺമോഹൻ സാറും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിലെ ട്യൂഷൻ സെന്റർ അതാണ് അന്നത്തെ ഞാൻ പറഞ്ഞു, അന്ന് ഒരൊറ്റ ട്യൂഷൻ സെൻ്റർ ആണ് കേട്ടോ. അപ്പോൾ ആ സാറ് വൈകുന്നേരം ആകുമ്പോൾ 2 പൊറോട്ടയും ഇച്ചിരി ചാറൊക്കെ മേടിച്ചു തരും. ഇന്ന് നാളെ മാത്സ് പഠിച്ചിട്ടുണ്ട് അധ്യാപകൻ. പേടിയാണ്, ഇപ്പോഴും കണ്ടാൽ തന്നെ പേടിച്ചു പോകും, സാറിനെ കണ്ട പേടിയാണ്. അങ്ങനെ പഠിച്ചു വന്നതിന് ശേഷം ഞാൻ ജയിച്ചു, 210 മാർക്ക് കിട്ടി ജയിച്ചു. ഞാൻ തോറ്റതാണ് എനിക്ക് ഏറ്റവും ഇന്ന് വിജയിച്ചിരിക്കുന്നത്. ഇന്ന് RP ആണ്, അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അധ്യാപകനാണ്, 8 ഭാഷകളിൽ വാർത്ത അയക്കുന്ന ഒരു അധ്യാപകനാണ്, ഒരുപാട് വിദ്യാലയങ്ങളിൽ പോയി കൃഷിപാഠം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പിന്നെ അഭിനയക്കൂട്ടം, ഇവിടെ അൻവർ സാറിൻ്റെ ഒപ്പം നിന്നുകൊണ്ട്, നിഷ ടീച്ചറിൻ്റെ ഒപ്പം, അതുപോലെ സിംല കസിമിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അഭിനയക്കൂട്ടം, വിദ്യാരംഗത്തിലൂടെ അഭിനയക്കൂട്ടം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മാപ്പിളക്കലകൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നി തോറ്റത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഒരുപാട് സമൂഹത്തിൽ ഇറങ്ങി കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് അവസാന ടൈം ആയപ്പോഴാണ് എനിക്ക് കൊച്ചി രൂപത സാന്റാക്രൂസിൽ ഒരു അറബി അധ്യാപകനായിട്ട് ജോലി തന്നു. അങ്ങനെ ജോലി കിട്ടിയത് കൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു സാമൂഹിക നമുക്കൊരു ബന്ധങ്ങൾ വേണമല്ലോ സ്കൂളായിട്ട്. ഇപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പോകുന്നേക്കണം, പക്ഷേ ഞാൻ എന്നാലും ഇടക്കിടക്ക് സ്കൂളിൽ പോയി. ഇപ്പോൾ അൻവർ സാർ സ്കൂളിൽ നിന്ന് പോകുന്നേക്കണം, സ്ഥിരം പോകുന്ന ഒരു അധ്യാപകനാണ് അൻവർ സാർ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വാർഷികത്തിന് പോലും അൻവർ സാറിൻ്റെ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആവണം കേട്ടോ. എനിക്ക് പറയാനുള്ളതാണ്, ഈ റിട്ടയർഡായി പോകുന്ന അധ്യാപകർക്ക് ഒരുപാട് 30-35 വർഷമൊക്കെ അല്ലെങ്കിൽ 25 വർഷമൊക്കെ പണിയെടുത്ത് പോകുന്ന അധ്യാപകർ ഒന്ന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരണം. ഈ ട്യൂട്ടോറിയൽ വേണ്ടെന്നല്ല, ഇപ്പം നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ പുതിയ അറിവുകൾ കൊടുക്കാൻ ട്യൂട്ടോറിയൽ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ അധ്യാപകരെ, ഇപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും അവരവരുടെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ടീച്ചർ കറി കൊണ്ടുവരും. ഇവിടെ സുബൈർ മാഷേ, ഈ റിട്ടയർഡായി വരുന്ന, അതായത് സ്കൂളുകളിൽ നിന്ന്, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകളിൽ നിന്ന് റിട്ടയർഡായി വരുന്ന അധ്യാപകർ നടത്തുന്ന ട്യൂഷൻ സെൻ്ററുകളുണ്ടാവും. ആ ട്യൂഷൻ സെൻ്ററുകളിൽ ശരിക്കും ഒരു സ്കൂളിൻ്റെ പ്രതിനിധിയായിരിക്കും. ഒരു സ്കൂൾ എങ്ങനെയാണോ അവർക്കറിയാം ആ കുട്ടി എന്തിനാണ് വീക്ക്, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതിൽ നിന്നൊക്കെ നേരെ വ്യത്യാസമാണ് ഇന്നത്തെ ട്യൂഷൻ സെൻ്ററുകൾ. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ ഡിസംബർ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ പോകണ്ട എന്നുള്ളതാണ് ട്യൂഷൻ സെൻ്ററുകളുടെ നിലപാട്. പിന്നെ സ്കൂളിൽ പോയി അറ്റൻഡൻസ് ഓക്കെയാണ്, സ്കൂളിലൊന്നും പോകണ്ട, ഇവിടെ വന്നിരുന്നാൽ മതി എന്നാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും ട്യൂഷൻ സെൻ്ററിൽ ഇരുന്നാൽ മതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത്തരം ട്യൂഷൻ സെൻ്ററുകളുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് മാഷ് കാണുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ ഒന്നും ഉഷാറായി കഴിഞ്ഞാൽ, രക്ഷിതാക്കളെ അതിൽ നിന്ന് ബാക്കോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കിടമത്സരങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് നല്ല ഫ്രണ്ടിലോടുകൂടി തന്നെ നിന്നുകൊണ്ട് അവർ പഠിച്ചു കഴിഞ്ഞാൽ അധികം ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ട്യൂഷൻ സെൻ്ററുകൾ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാം സ്ഥലമൊക്കെ, ഇന്ന് TTC ഈ ഏരിയ തന്നെ, കൊച്ചി എന്നുള്ള ഈ മട്ടാഞ്ചേരി സബ് ജില്ലയിൽ തന്നെ എത്ര TTC സെൻ്റർ ഉണ്ട്, എത്ര വിദ്യാലയങ്ങളുണ്ട്. ഈ പഠിച്ചിറങ്ങുന്ന അധ്യാപകർ അല്ല കുട്ടികൾ അവർ എവിടെയാണ് അവർ ജോലിക്ക് പോകുന്നത്? കുറച്ച് അധ്യാപകരെ മാത്രമേ ഗവൺമെന്റിലേക്ക് വെക്കാൻ പറ്റില്ല, അവരാണ് ഈ ട്യൂഷൻ സെൻ്റർ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റിട്ടയർഡ്, ഇപ്പോൾ ഞാൻ റിട്ടയർഡായി, എനിക്കൊരു ആഗ്രഹം തോന്നിയാണ്, ഒരു കുറച്ച് കുട്ടികളെയൊക്കെ ഒപ്പിച്ച് അല്ലെങ്കിൽ അധ്യാപകരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ട്യൂഷൻ സെൻ്റർ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കും. പുതുമയാർന്ന്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പുതുമയാർന്ന സംഭവങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഉഷാറാക്കാൻ വേണ്ടി ഞാനും കൂടി നോക്കും. ഇതാണ് എൻ്റെ ഒരു ഇപ്പോൾ കാണുന്നത്. ഇതിലേക്കൊന്നും പോകണ്ട, നല്ല രീതിയിൽ കുട്ടികൾ പഠിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പാഠഭാവമൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ്. നല്ല അധ്യാപകരായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പുതിയ അധ്യാപകർ ഒന്നുകൂടി ടോപ്പായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും സ്കൂളുകളിൽ കുട്ടികളെ വിടാതെ ട്യൂഷൻ സെന്ററിൽ ഇരുത്തി പഠിപ്പിക്കുന്ന പ്രവണത ഒട്ടും ശരിയല്ല. അല്ല, അങ്ങനെയായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അടുത്ത് എൻ്റെ വീട്ടിലൊരു കുട്ടി കഴിഞ്ഞ വർഷം
എനിക്ക് കുളമുണ്ട്, സ്ഥലമൊക്കെ വന്നാണല്ലോ. ഈ കുളം കാണാൻ വേണ്ടി കുട്ടികൾ വന്നു. ഈ കുട്ടിയും അതിൻ്റെ രക്ഷിതാവും അതിൻ്റെ അമ്മാവനും കൂടി വന്നു. വലിയൊരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് അറിയേണ്ടത് ഈ കുളത്തിൽ എത്ര തട്ടുണ്ട്, എത്രാമത്തെ തട്ടിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവിടെ ഉണ്ടാവും ഉറവ് എങ്ങനെ ഉണ്ടാവുന്നു, എന്തിനാണ് ചെളിക ഒരു മുകളിൽ ഇടുന്നത്, കല്ല് കെട്ടണം എന്തിനാണ്, കല്ല് കെട്ടാതെ മണ്ണ് മാത്രം സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ, അങ്ങനെ ഒരുപാട് സംശയങ്ങളായിരുന്നു. എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചു, മോനെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ എൻ്റെ മോൻ മാറി. ഞാൻ ചോദിച്ചു, മോനെ എന്താണ് വേഗം? സാറേ എനിക്ക് ക്ലാസ്സൊന്നുമില്ല, ഞാൻ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ട്യൂഷൻ വഴി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് സ്കൂളിലൊന്നും ഞാൻ പോകാറില്ല, എനിക്ക് പരീക്ഷയില്ല. ആ കുട്ടി ഇപ്പോഴും അരൂക്കുറ്റിലുണ്ട്. ഇപ്പോൾ അവൻ പറഞ്ഞ കണക്കിനാണെങ്കിൽ 10ാം ക്ലാസ്സിലാണ് കുട്ടി. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്നും പഠിക്കുന്നുണ്ട്. പോകാത്ത കുട്ടികൾ വീട്ടിൽ നിൽപ്പുണ്ട്, പക്ഷെ അവർക്ക് പൊതുസമൂഹമായിട്ട് ബന്ധമില്ല. എനിക്ക് തോന്നുന്നു എന്തായാലും പറ സാറേ, ഒരു പൊതുസമൂഹമായിട്ട് ബന്ധമില്ലെന്ന് തോന്നുന്നുണ്ട്. ഈ എല്ലാം ചോദിച്ച ചോദ്യമുണ്ട്, ഈ ട്യൂഷൻ ക്ലാസ്സുകളുടെ ഇടമത്സരം സാറ് അതിലേക്ക് എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. സിനിമ ബോക്സ് ഓഫീസ് ഉണ്ടല്ലോ, അതിൽ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര നോക്കിയിട്ടാണ് ആ സ്റ്റാറിന് വേറൊരു സിനിമ കിട്ടുള്ളൂ. അപ്പൊ അഭിനയങ്ങളിൽ ഇപ്പൊ നോക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻ. അപ്പൊ എന്റെ സിനിമക്ക് 100 കോടി കിട്ടി. അപ്പൊ നെക്സ്റ്റ് പ്രോജക്റ്റിലെ ആ പ്രൊഡ്യൂസറിന് എനിക്ക് പിൻ ചെയ്ത് പറയാം, എനിക്ക് ഇത്രയുണ്ട്, അപ്പൊ എനിക്ക് ഇത്രയും ഇത്. അതേപോലെയാണ് ഇല്ലാത്ത കണക്ക് പെരുപ്പിച്ച് കാട്ടിയിട്ട് ലോകത്ത് ഫുള്ള് ഫ്ലെക്സ് വെക്കുക, എന്നിട്ട് പറയും എനിക്ക് ഫുള്ള് A+ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിലാരും ഇതിലേക്ക് ആരിനിറങ്ങി നമ്മ പോകൂല. ഒരു ഏതെങ്കിലും രക്ഷകർത്താവ് പോയിട്ട് ആ ഇതില് എല്ലാ വീട്ടിലും പോയി ചോദിക്കും, ഇല്ല ബോഡി കാണുമ്പോ ഇന്ന കുട്ടി A+, 150 A+, ഫുൾ പാസ്. എനിക്കറിയുന്നൊരു ട്യൂഷൻ ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു ബോർഡ് ഉണ്ട്, പക്ഷെ എന്റെ അറിവില് 2-3 തോറ്റിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് പോകുന്നില്ല. അപ്പൊ എന്താണ് ബോക്സ് ഓഫീസിൽ എങ്ങനെ നമ്മ ഇതിലേക്ക് ഇറങ്ങിയാതെ ബോക്സ് ഓഫീസിൽ കാശ് ഇതാവൂല, പക്ഷെ നമ്മ ഇതാരും അന്വേഷിക്കൂല. പക്ഷെ നമ്മുടെ കാര്യമില്ലല്ലോ. അപ്പൊ ഇതാക്കാൻ വേണ്ടി ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണത്, ആരും ഇതിലേക്ക് കയറി നോക്കൂല. അപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ പോകുമ്പോ മറ്റേ ട്യൂഷൻ ക്ലാസ് കൊച്ചങ്ങടാകുമ്പോ അവിടെ 150 തന്നെ, ഇവര് 175 തന്നെ, അവിടെ കറ്റല് ഇതായിരിക്കും. അപ്പൊ ആ ഒരു ഇതാണ്. പിന്നെ നമ്മയൊക്കെ പഠിച്ചപ്പോ ഞാനും വളരെ മാർക്ക് കുറവായിരുന്നു. 10ല് ജയിക്കുമ്പോ എല്ലാ ജംഗ്ഷനിലും വിരോധാഭാസമാണത്. എന്തിനാണ് മറ്റേ 10ല്? പക്ഷെ അത് വെക്കുന്ന ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വെക്കുന്നത്? മാത്രമല്ല അവര് രക്ഷകർത്താക്കളും എല്ലാരും ഇത് ചെയ്യണ്ട്. ട്യൂഷൻ ആദ്യം സ്ഥാപിച്ച ട്യൂട്ടോറിയൽക്കാർ തന്നെയാണ്. അവർക്ക് ഇത് മാർക്കറ്റ് അവരുടെ കാശല്ല, രക്ഷകർത്താക്കളിൽ നിന്ന് വാങ്ങിച്ച കാശ് മാർക്കറ്റ് ചെയ്യണമല്ലോ. അവരുടെ കയ്യിലെ കാശല്ല, രക്ഷകർത്താക്കളിൽ നിന്ന് പണം വാങ്ങി അവരുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ ആകെ ഒരു കുറവുള്ളതെങ്കിൽ രക്ഷകർത്താവിനെ കൊണ്ട് വെപ്പിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. വെപ്പിക്കാൻ മാത്രം രക്ഷകർത്താക്കൾ കൊണ്ട് വെപ്പിക്കുന്നുണ്ട്. അവര് തന്നെ പൈസ വാങ്ങിച്ച് അവര് തന്നെ വെക്കണം. ട്യൂട്ടോറിയൽകാര് വെക്കണ ടൈം ഇല്ലാന്നുള്ളൂ കൗണ്ട്, പക്ഷെ അവരും വെക്കണ്ട്. പിന്നെ ഈ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തില് നമ്മ ഈ ലസാഗു സാഗു എവിടെ ഉപയോഗിക്കണമെന്നില്ല, ഇവരുടെ പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. കാലം മാറി, നമ്മുടെ പഠന സമ്പ്രദായം തന്നെ മാറ്റുന്ന സമയത്ത് കഴിഞ്ഞു. കാര്യം ഇന്ന് നമ്മ മൊബൈലിൽ ഇട്ടിട്ട് World War II അടിച്ചാൽ അപ്പൊ തന്നെ കാര്യം വന്നാണ്. ആ സാധനമാണ് നമ്മ ഇന്നും പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇതൊക്കെ എന്തിനാണ് പിള്ളേർക്ക്? ഇല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിള്ളേർക്ക് നീന്തല്, എത്ര ജീവനാണ് ഒരു കൊല്ലം നഷ്ടപ്പെടുന്നത് നീന്തൽ എന്താ ഇല്ലാത്ത? കൃഷി, പിന്നെ അഡൽട്ട്, അതെനിക്കറിയാം സാറ് കുറെ കൊല്ലാട്ടില്ല. പിന്നെ അഡൽട്ട്, നമുക്ക് ഇപ്പഴും ഒരു വിസ്പർ ഇത് പറഞ്ഞു, ഒരു വിസ്പർ വാങ്ങാൻ പറയുമ്പോ പിള്ളേരുടെ മുഖത്തൊക്കെ ഒരു ഇതാണ്, എന്തൊരു അയ്യോ ഒരു കൊള്ളില്ലാത്തൊരു അതെന്തിനാണത്? അത് നമ്മ ഈ അഡൽട്ട് വിദ്യാഭ്യാസം കൊടുക്കണം. അത് കൊടുക്കുമ്പോഴാണ് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ ആണും പെണ്ണും, അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ഇതൊന്നും ഇല്ലാത്തോണ്ട്. നമുക്ക് എല്ലാം പിടിച്ചു നോക്കുമ്പോ നമ്മൾ പിടിക്കാൻ നോക്കും, തുറന്നു വിട്ട് നോക്കി നമുക്കത് ഇതില്ല. വിദേശത്ത്
ഇപ്പൊ ഗോവയിൽ തന്നെ പോവാ, ഗോവയിൽ തന്നെ പോകുമ്പോ വ്യവസ്ഥധാരികളുണ്ട്. ഇതൊന്നും അവിടെയുള്ള ആൾക്കാർ നോക്കല്ലേ, നമ്മ കാണാത്ത ആൾക്കാരാണ് വേണം ഇത് നോക്കിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും ഇത് കൊടുക്കണം. നമ്മ ഈ ജാമ്പാവിന്റെ ആൾക്കുള്ള പഠന സമ്പ്രദായം വെച്ചിട്ട് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ മുമ്പ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ്, ഇപ്പോഴത്തെ +2 കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോഴാണ് രക്ഷകർത്താക്കളുടെ പോക്കറ്റ് കാലിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രീ KGയിൽ ചേർത്തുമ്പോൾ തന്നെ പോക്കറ്റ് കാലിയായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും സാമ്പത്തിക ബാധ്യത രക്ഷകർത്താക്കളിൽ വരുന്നത് അവൻ്റെ ഒരു അഭിമാന ബോധത്തിൻ്റെ ഭാഗം കൂടി ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമില്ലാതെ പഠിച്ച് മിടുക്കരായി വളരുന്ന എത്രയോ കുട്ടികൾ. ഞാൻ ഇപ്പൊ എന്നെ ചോദിച്ചാൽ പറയാം, എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. എൻ്റെ ഉമ്മയുടെ ആങ്ങളുടെ മകനുണ്ട്, ട്യൂഷനൊന്നുമില്ല, പക്ഷേ 10ലും +2ലും ഉന്നത മാർക്ക് നേടിയത്. ഒന്നുമില്ല അവനിക്ക്. അവനിപ്പോഴും മറ്റേ സ്പോർട്സിൻ്റെ ഒരു MSc കോഴ്സ് പഠിക്കണം. 5 കൊല്ലത്തെ കോഴ്സാണ്, 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവന് ഇപ്പോഴും ട്യൂഷനില്ല, ഒറ്റക്കാണ് പഠിക്കുന്നത്. ഈ 3ാമത്തെ കൊല്ലം ഇപ്പോൾ കഴിഞ്ഞു, ഈ 6 സമൂഹം ക്ലിയർ ചെയ്തിട്ടുണ്ട് ട്യൂഷനില്ലാണ്ട്. അങ്ങനത്തെ കുട്ടികളുണ്ട്. അല്ല, അങ്ങനത്തെ എല്ലാ കുട്ടികൾക്കും കഴിവുണ്ടെന്ന് ഉണ്ട്. പക്ഷെ അത് നോക്കില്ല. ഇപ്പൊ അതിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു പ്രമുഖ ട്യൂഷൻ ക്ലാസ്, ഞാൻ പേരൊന്നും എടുത്ത് പറയല്ല, നമ്മുടെ മാധ്യമപ്രവർത്തകർ പ്രമുഖ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുക്കണമെന്ന്. അപ്പൊ അവിടെ കുട്ടീനാക്കാൻ പോയി. അപ്പൊ ഈ കുട്ടി പഠിക്കാൻ വളരെ വീക്കാന്ന് പറഞ്ഞപ്പോ ഈ കൊച്ചിന് എക്സാം വേണം. ഇവര് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഈ കൊച്ചിന് എക്സാം വേണം. അപ്പൊ ഇവർക്ക് മനസ്സിലായി 10ാം ക്ലാസ് കുട്ടിക്ക് എക്സാം എന്താണ്. അപ്പൊ ഇവനോട് ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പഠിക്കാത്ത കുട്ടിക്ക്, അതായത് നീറ്റും അതുപോലെ എൻട്രൻസ് എക്സാം നടക്കണ പോലെ കൊച്ചിന് മാനസികമായ പിരിമുറക്കമാണ് ഇത്. കാര്യം അതേപോലെ തന്നെ ഇതിന് എക്സാം വെക്കണേന്ന്. എക്സാമിൽ ഫെയിലായി കഴിഞ്ഞാൽ 2 ക്ലാസ്, അതായത് മോർണിംഗും ഈവനിങ്ങും. പഠിക്കുന്ന കുട്ടിക്ക് 1 ക്ലാസ്, എന്നിട്ട് വീണ്ടും ഇത് എക്സാം നടത്തും. അതിൽ ജയിച്ചാൽ 1 ക്ലാസ്. ഇത് ഇവിടെ എന്താണിത്? പഠിക്കണ പിള്ളേരെ പഠിപ്പിക്കാൻ സുഖമാണ്. ഈ ട്യൂഷൻ ക്ലാസ് ആദ്യം അവർ മനസ്സിലാക്കേണ്ട പഠിക്കാത്ത പിള്ളേരെ പഠിപ്പിക്കാനാണ് കഴിവ്. അതാണ് മേന്മ. അല്ലാതെ പഠിക്കണ ഒരു കുട്ടീനെ ഒന്നും പഠിപ്പിക്കേണ്ടതാണ്, വെറുതെ വായിച്ച് ഇതാക്കിയാവും അത് മനപ്പാട് സ്വയത്തമാക്കാവുന്നത്. പക്ഷെ പഠിക്കാത്ത പിള്ളേരെ പഠിപ്പിക്കുമ്പോഴാണ് അവിടെയാണ് ഒരു അധ്യാപകന്റെ മേന്മ വന്നത്. അവിടെയാണ് അധ്യാപകൻ നമ്മ അക്ഷരത്തെ വിളിക്കുന്നത്. പക്ഷെ ഇന്നതില്ല. 2 വർഷം മുമ്പ് ഒരു കുട്ടി മരിച്ച സംഭവം ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്? ആത്മഹത്യ ചെയ്തത് സെയിം ഇതുപോലത്തെ ഒരു കേസാണ്. അവിടെ ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്തിയിട്ടാണ് ട്യൂഷൻ സെൻ്ററിലേക്ക് അവർ കയറ്റുന്നത്. അപ്പോൾ ആ കുട്ടി എന്തോ ആ കുട്ടിയും ആ കുട്ടിയുടെ കൂട്ടുകാരത്തിയാണ് അവിടെ ജോയിൻ ചെയ്യാൻ പോയത്. അപ്പോൾ അതിൽ കൂട്ടുകാരത്തി ജയിച്ച് ഈ കുട്ടി ആ റിട്ടേൺ ടെസ്റ്റിൽ തോറ്റ്. അതിൻ്റെ ഒരു മാനസിക വിഷമത്തിലും എന്തോ കുട്ടി വീട്ടിൽ ചെല്ലുകയും വീട് റൂം അടച്ചിട്ട് പാരൻസ് ഭക്ഷണം കഴിക്കണത് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തൊരു സംഭവം എനിക്കൊണ്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതും ഇതിന്റെ ഒരു ഭാഗമാണ്. സാറ് ആ വിഷയത്തിലേക്ക് നോക്കുമ്പോ സാറൊന്ന് ചിന്തിച്ചു നോക്കി, 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് കേരളത്തിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? അത് ഇന്നും ഇത്രയും പാസ്സാവണ നാളാണ്. നമ്മ പഠിച്ച പോലെയല്ല. നമ്മ പഠിക്കുമ്പോൾ വിജയ ശതമാനം 70-80 ആയിരുന്നു. ഇന്നിപ്പോ 99.51. അതായത് 0.4%, 5% പേര് ഇപ്പൊ തോക്കണുള്ളൂ. അതിലെത്ര പേര് പഠിക്കണ്ട്? അല്ല, ശരിക്കും അറിവ് ഇന്ന് കുട്ടികൾക്ക് വേണം, പഠിച്ചേ പറ്റില്ല. ഇപ്പൊ പണ്ട് തോറ്റവരെ ഇനി തോക്കാനൊന്നും പറ്റില്ല, കാരണം ടൈമില്ല. ഇനി വരെ നമ്മൾ 1ാം ക്ലാസ്സിൽ 6 വയസ്സുള്ളതാണ്. തോക്കാൻ പറ്റാത്തില്ല സാറേ, തോക്കാൻ പറ്റാത്തില്ല. അല്ല, കുട്ടി പഠിക്കണം. അവനിക്ക് തോൽവി ഇഷ്ടമല്ല. അവൻ എല്ലാം കണ്ടിന്യൂ ചെയ്യണം. അവൻ മൊബൈൽ കൊടുക്കുമ്പോൾ ഗെയിം കളിക്കുന്നത് ചെയ്യും, എല്ലാം ചെയ്യണമെന്നാണ്. അപ്പൊ അവന്റെ ജീവിതത്തിൽ മറ്റുള്ള കാണിച്ചിട്ട് അവന്റെ മോൻ ചൂണ്ടിക്കാണിക്കണേ. ചില ട്യൂഷൻ സെൻ്ററുകൾ, അൻവർ സാറിന് അത് അറിയുമോയെന്നറിയില്ല, ചില ട്യൂഷൻ സെൻ്ററുകൾ ചെയ്യുന്ന അത് ബിസിനസ്, അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഈ അത്ര വലിയ കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ അത്ര വലിയ സൗകര്യമില്ലാത്ത ചില സ്കൂളുകൾ സെലക്ട് ചെയ്യുകയും അവരുടെ വാർഷികവും മറ്റും വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായി ചെറിയ സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കുകയും ആ വാർഷികത്തിലും മറ്റും അവർ കയറി അങ്ങോട്ട് വിലസുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ അവരാണ് അവിടുത്തെ സ്റ്റാർ.
അങ്ങനെ അവിടെ വരുന്ന രക്ഷകർത്താക്കളുടെ മുമ്പിൽ ഇത്തരം ട്യൂഷൻ സെൻ്ററുകളുടെ മഹിമ വിളിച്ചോതുകയും ആ രക്ഷകർത്താക്കൾ പിന്നീട് ഈ കുട്ടികളെ കൊണ്ട് പോവുകയും ചെയ്യും. അതിൽ ചില കുട്ടികൾക്ക് ഏതാണ്ട് ചെറിയ ശതമാനം കുട്ടികൾക്ക് 5-10 കുട്ടികൾ അവർ സൗജന്യമായിട്ടും ട്യൂഷൻ എടുക്കും. ട്യൂഷൻ എടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. ട്യൂഷൻ ക്ലാസ്സിലേക്ക് അത് ഉണ്ടാവുള്ളൂ. പക്ഷെ ബാക്കിയുള്ള രക്ഷകർത്താക്കൾ ഈ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണാണ് ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ ഈ സ്കൂൾ അധികൃതരുടെ നിലപാടും അതിനകത്ത് ശരിയല്ലല്ലോ അത്തരം ഒരു സാഹചര്യം വരുന്നത്. ഇതിപ്പോ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ സംസാരിച്ചു വരുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയും കൂടി ഉണ്ടാവേണ്ടതെന്ന്, ഈ ശരിയായ നിലപാടാണോ അല്ലെങ്കിൽ ശരിയായ ഒരു ലക്ഷണമാണോ തെറ്റായ ഒരു ലക്ഷണമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ കഴിയില്ല. പൊതുസമൂഹം മാർക്കിനായും അവരവരുടെ മക്കൾ ഉന്നത ഉദ്യോഗങ്ങളിലേക്ക് എത്തണമെന്ന അത് ആ ആഗ്രഹം മോശമൊന്നുമല്ല, പക്ഷെ അതിലുള്ള തീവ്ര ചിന്താഗതി വരുന്നത് കൊണ്ട് എത്രയും വേഗം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടണം എന്നൊരു ചിന്തയുണ്ട് പൊതുസമൂഹത്തിന്. നമുക്ക് അത് അറിയാവുന്നതാണ്. ഈ ചിന്തയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ അഗ്രസീവ് മൈൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സാധാരണ ലോക്കൽ മലയാളത്തിൽ പറഞ്ഞ ആക്രാന്തം, അവരുടെ തനിക്ക് നേടാൻ സാധിക്കാത്തത് തൻ്റെ മക്കൾക്ക് നേടണം എന്ന പോസിറ്റീവ് ചിന്തയും തന്നെ കൊണ്ടാകാത്തത് മക്കളെ കൊണ്ട് സാധിപ്പിക്കും എന്ന നെഗറ്റീവ് ചിന്തയുണ്ട്. രണ്ട് തരത്തിലും ഇങ്ങനെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുവഴി മക്കളെ എന്ത് പരീക്ഷണങ്ങൾക്കും വിട്ടുകൊടുക്കാം, എന്ത് ത്യാഗങ്ങൾക്കും മക്കളെ വിട്ടുകൊടുക്കാമെന്ന് രക്ഷിതാക്കൾക്ക് മാനസികമായി അവർക്ക് തയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ എന്താണ് ഈ രാത്രി പഠിപ്പിക്കണോ, സ്കൂളുകാർക്കും ട്യൂഷൻ സെന്ററുകാർക്കും രാത്രി പഠിപ്പിക്കണോ, വിട്ടുതരാം. വെക്കേഷൻ കാലത്ത് പഠിപ്പിക്കണോ, വിട്ടുതരാം. ഇതിനും അവർ തയ്യാറാണെന്ന് വരുമ്പോഴാണ് ഈ ബാലാവകാശ കമ്മീഷനുകളും അതേപോലെ മറ്റു മനഃശാസ്ത്രജ്ഞ വിഭാഗങ്ങളും അതേപോലെ ഗവൺമെന്റും ഒക്കെ ഈ ആക്രാന്തത്തിന്, അഗ്രസീവ് മൈൻഡിന് ഒരു തടയിടേണ്ടതുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ കൃത്യമായ സർക്കുലർ ഇറങ്ങി. ഒരു കാരണവശാലും ഈ പതച്ച വെയിലുള്ള ഈ മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളെ വിദ്യാലയത്തിലേക്ക് എന്തുപേരും പറഞ്ഞ് നിങ്ങൾ വിളിക്കരുത്. ഇപ്പൊ പഴയ പോലെ അഡീഷണൽ പഠിപ്പിക്കാനാണെന്നൊന്നും ഇപ്പൊ പറയാറില്ല. അല്ല, അത് മറ്റൊരു വിഭാഗമാണ്. എന്തായാലും അവിടെ സർക്കാർ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുക, ടൂറിസ്റ്റ് ബസ്സിൽ പാലാരിവട്ടത്ത് ഇടിച്ചപ്പോൾ വലിയ വാർത്തയാവുകയും മരണം ഉണ്ടാവുകയും വാർത്തയാവുകയൊക്കെ ചെയ്തിട്ട് അവസാനം ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറ്റാൻ പറഞ്ഞു. അത് വലിയ ട്രോളൊക്കെ ഉണ്ടായി. പക്ഷെ ട്രോളിന് അപ്പുറത്തേക്ക് അതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് ആശാസ്യകരമല്ലാത്ത കുറേ സാധനങ്ങൾ അതിൽ പൊന്തി വരുന്നുണ്ട്. അതിൽ DJ ഉണ്ട്, അതിൽ ലഹരിയുണ്ട്, അതിൽ മറ്റ് മത്സരങ്ങളുടെ കുറേ ഭാഗങ്ങളുണ്ട്. എന്തായാലും അതിനൊരു തടയിടാൻ, വെള്ളപ്പെയിന്റ് അടിച്ചത് കൊണ്ട് ലോകം മുഴുവൻ അങ്ങ് നന്നായി എന്നല്ല, പക്ഷെ ഒരു തടയിടലിന്റെ ഭാഗമാണത്. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം. അതേപോലെ തന്നെയാണ് മധ്യവേനലവധി കാലത്ത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന ഉത്തരവ് ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആ ഉത്തരവ് കർശനമായി. അത് വന്നില്ലായിരുന്നെങ്കിൽ എന്താണെന്നറിയോ, അത് വന്നില്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങൾ പോലും, ഇപ്പൊ ട്യൂഷൻ സെന്ററുകളുടെ കാര്യം പറയണ്ട, പൊതുവിദ്യാലയങ്ങൾ പോലും ഈ മത്സര രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് അവരുടെ വിദ്യാലയങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തക്രമവും കാണിക്കും. അങ്ങനെ പൊതുവിദ്യാലയങ്ങൾ കാണിക്കുമ്പോൾ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്യൂഷൻ സെന്ററുകൾ ഇതിനപ്പുറത്തേക്ക് കാണിക്കും. അങ്ങനെ വരുമ്പോൾ ശക്തമായ, ഇപ്പൊ സലാം സാർ പറഞ്ഞത് അവരുടെ ആശാസ്യകരമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായും അതും അതിനപ്പുറത്തൊക്കെയുള്ള തന്ത്രങ്ങളും മറ്റുമൊക്കെ പിടിച്ചു നിൽപ്പിൻ്റെ ഭാഗമായി ആശാസ്യകരമല്ലാത്ത പല പ്രവണതകളും ഈ രംഗത്തുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് അതിലെ അഭിപ്രായമുള്ള എന്താണെന്ന് വെച്ചാൽ, അവിടെ കൃത്യമായി ഈ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങളും ഒക്കെ ഈ ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും പ്രവർത്തനങ്ങളെ ഒബ്സർവ് ചെയ്യുകയും വേണം. അത് കേവലം അക്കാദമികമായ പഠിപ്പിനപ്പുറം
അതിനപ്പുറമുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ടൂറായാലും പണ്ടൊക്കെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഒരുമിച്ച് കൂടുന്നതെങ്കിൽ ആഴ്ചയിലൊക്കെ ഓരോ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരം ഇപ്പോൾ നമുക്കൊരു ടൂർ പോകണമെന്നുണ്ടെങ്കിൽ സർക്കാർ നിയമം വെച്ചിട്ടുണ്ട്, സ്കൂളിൽ നിന്നൊരു ടൂർ പോകണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഇതിലേക്ക് ലെറ്റർ കൊടുക്കണം, എത്ര കുട്ടികൾ പോകുന്നു, എത്ര രക്ഷിതാക്കൾ പോകുന്നു, അതേപോലെ തന്നെ എത്ര അധ്യാപകർ പോകുന്നവരുടെ ഫോൺ നമ്പർ എന്താ, ഡ്രൈവറുടെ ഫോൺ നമ്പർ എന്താ, ഡ്രൈവറുടെ ലൈസൻസ് ഏത് തുടങ്ങിയ പോകുന്ന വണ്ടിയുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കണം. അതേ രൂപത്തിൽ തന്നെ ഈ ട്യൂഷൻ സെന്ററുകളും അവരുടെ പ്രവർത്തനങ്ങളെയും സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നിരീക്ഷിക്കണം. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ നടക്കുന്നത്. പഠിപ്പിക്കുന്ന കാര്യം ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻകൂർ അനുവാദമൊക്കെ വാങ്ങിക്കേണ്ടി വരും. എന്തെങ്കിലും ഇതേപോലെ കൂടിച്ചേരലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഈ മുന്നനുവാദങ്ങൾ വാങ്ങേണ്ടി വരും. മറ്റ് യാത്രകൾ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നനുവാദങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള അറിയിപ്പുകൾ അതിന്റെ സംവിധാനങ്ങളിലേക്ക് അധികൃതരിലേക്ക് കൊടുക്കേണ്ടി വരും. ഇതേ രൂപത്തിൽ ഇപ്പൊ ഈ പറഞ്ഞല്ലോ വിദ്യാലയങ്ങളെ സ്വാധീനിക്കുന്ന പാവപ്പെട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയധികം കുട്ടികളില്ലാത്ത വിദ്യാലയങ്ങളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഒരു ടൈപ്പ്, ഞങ്ങളുമായി ഒരു ടൈപ്പ് എന്ന നിലയിൽ പല ട്യൂഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന കുട്ടികളെ ഇങ്ങോട്ടും പകരം ഞങ്ങൾ ചില സാമ്പത്തികമായ സഹായങ്ങളും അതുപോലെ തന്നെ ചില സാങ്കേതികമായ സഹായങ്ങളും ഒക്കെ നിങ്ങൾക്കും തരുമെന്നുള്ള രഹസ്യമായ ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിലുള്ള ടൈപ്പുകൾ, ഇതൊക്കെ വളരെ ദൂരവ്യാപകമായ കുഴപ്പങ്ങൾ ഈ രംഗത്തുണ്ടാക്കും. അപ്പോൾ അതിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഗവൺമെന്റ് സംവിധാനങ്ങളും അതേപോലെ തന്നെ പൊതുസമൂഹമൊക്കെ ഒരു ജാഗ്രത ഇത്തരം കാര്യങ്ങളുടെ എല്ലാം അധികമായാൽ എന്ത് സാധനവും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അത് പൊതുവിദ്യാലയത്തിലായാലും ഉണ്ടാവുമെങ്കിൽ ഇത്തരം അത്ര നിയന്ത്രണങ്ങളില്ലാത്ത ഇത്തരം സ്വകാര്യ ഇടങ്ങളിലൊക്കെ അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇനി നമ്മുടെ വിദ്യാലയത്തിലേക്ക് നാളെ കുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്താൽ പോരാ, ഇത്രയും അവർക്ക് ലഹരി കൊടുത്താൽ പോരാ, ഇത്രയും അവരെ കൂടി കലരാനും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കും സഹായങ്ങൾ ചെയ്താൽ പോരാ എന്നുള്ള തോന്നൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ഈ നിയന്ത്രണങ്ങൾ തീർച്ചയായും എല്ലാ സ്കൂളുകളിലും ഇപ്പൊ കുറെ ഏറ്റവും ബാക്കായ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. 2 മാസക്കാലം കൊണ്ട് അവർ ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ എല്ലാ ഭാഷയും, അതുപോലെ മാത്സിലാണെങ്കിലും അവർക്കത് എക്സ്ട്രാ ഒന്ന് കൊടുക്കാൻ വേണ്ടി അധ്യാപകർ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ നിയമം ഒന്നുകൂടി ശക്തമെടുക്കണം. പക്ഷെ രക്ഷിതാക്കൾക്ക് നിർബന്ധം അവർക്ക് സ്കൂളിലേക്ക് വിടണം. അതെന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. രക്ഷിതാക്കൾ പറയുന്നത് സ്കൂളിൽ ഇപ്പം ഞാൻ പോയ മദ്രസയില് അവിടെ രാവിലെ 6:30 മണി മുതൽ 7:30, 8 1 മണിക്കൂറൊക്കെയാണ് മദ്രസ ഉള്ളത്. അപ്പൊ ഞാൻ കുറെ പച്ചക്കറി വിത്തൊക്കെ കൊണ്ടിട്ട് അവിടെ ക്ലാസ്സുകളൊക്കെ എടുത്ത്, അപ്പൊ നാളെ മുതൽ ആ കുട്ടികൾ 9 മണി വരെ മദ്രസ വിട്ടതിന് ശേഷം ഒന്ന് കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അപ്പോ ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞേക്ക ഇപ്പൊ നല്ല വെയിലാണല്ലോ സാറേ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇപ്പോ ഒരു കർശന നിയമം കൊണ്ടുവന്നത്. ഈ മദ്യവേനൽ അവധി എന്തിനാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സർക്കാർ പൊതുവിൽ വെച്ചിരിക്കുന്നത്? എന്തിനാണ്? അവരുടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അന്നത്തെ ഇപ്പൊ നമ്മുടെ കുട്ടികൾ കളിക്കാൻ പറ്റില്ലല്ലോ, അവര് മൊബൈലല്ലേ, ഇവര് ഫുൾ അഡിക്റ്റ് ആയിട്ടിരിക്കല്ലേ സാറേ. പക്ഷെ അത് അവർക്ക് 2 മാസം കൊടുക്കണം. അല്ല 2 മാസത്തില് ഞാൻ പറഞ്ഞ ഒന്നെങ്കിൽ ഇപ്പൊ ഒരു നാട്ടിലൊരു കുറച്ച് ഏരിയയിലെ കുറച്ച് ആൾക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, അധ്യാപകർ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ അവിടെയുള്ള ആൾക്കാർ കൂടി കുട്ടികളെ കളിക്കാൻ വേണ്ടി കൊണ്ടുവരും. വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റു പല വിഷയങ്ങൾ ഈ ഒരു പോകും. കാരണം ഈ വിഷയത്തിൽ വിടും. കാര്യം ഈ കളിസ്ഥലങ്ങളുടെ അപര്യാപ്തത എന്ന് പറയുമ്പോൾ ലഹരിയിലേക്കും അതിലേക്കും അത് നമ്മൾ ചർച്ച ചെയ്തതാണ് നേരത്തെ. ചർച്ച കളി സ്ഥലങ്ങളുടെ അതിലേക്ക് പോകേണ്ടി വരും. അത് അതിനകത്തൊരു പ്രശ്നമുണ്ട്. ചില എയ്ഡഡ് സ്കൂളുകൾ അവരുടെ സൗകര്യം ട്യൂഷൻ സെന്ററുകൾക്കായി കൊടുത്തിട്ടുണ്ട്. അവരുടെ സൗകര്യം, അവരുടെ ഹോള് അല്ലെങ്കിൽ അവരുടെ ക്ലാസ് മുറികള് ട്യൂഷൻ സെന്ററുകൾക്കായി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഇന്ന ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോ ഇന്ന മെഡിക്കൽ ഷോപ്പില്, ഇന്ന ഡയഗ്നോസ്റ്റിക് സെന്ററിൽ, അപ്പൊ ആ ഒരു ഇത് കാര്യം അവർക്ക് കമ്മീഷൻ കറക്റ്റ് ആയിട്ട് അവിടെ എത്തും. ആ ഇതില് ആ മരുന്ന് വേറെ കടയിൽ കിട്ടും. പക്ഷെ നമ്മൾ വാങ്ങുമ്പോ തന്നെ അവിടെ ഇന്ന കടയിൽ പോയാൽ മതി കിട്ടാം. ഇപ്പൊ കൊച്ചിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ട്യൂഷൻ സെന്റർ, വളരെ നേരത്തെ പറഞ്ഞ പോലെ വലിയ സംഭവം. പക്ഷെ അവര് ഈ കൊച്ചിയിൽ ആദ്യം വരുന്നത് എനിക്ക് തോന്നുന്നത് മട്ടാഞ്ചേരി പോലുള്ള ഒരു പ്രദേശത്താണ്. അവിടെ കുറച്ച് ചെറുപ്പക്കാർ വന്ന് അവിടെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ സഹായം നൽകുകയാണ്, അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെറുപ്പക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു കേന്ദ്രത്തിൽ സ്വാഭാവികമായിട്ട് കുട്ടികളെ കൊണ്ടുപോയി കൊടുത്ത് 1-2 വർഷം അങ്ങനെ പോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇവര് നേരെ ട്വിസ്റ്റ് ചെയ്തു. പിന്നീട് ഇവരുടെ രീതി മാറി. ഇവര് ഇതിലൂടെ അവര് കച്ചവടക്കണ്ണിലേക്ക് മാറി. ആ കച്ചവടക്കണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന്
ഞാൻ വളരെ, അതായത് ഒരു ദാക്ഷിണ്യമില്ല, ഫീസ്. ചില സ്കൂളുകള്, ചില അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോലും ഫീസ് കൊടുത്ത് അവർ വിട്ടുകൊടുക്കുക. അതായത് ഒരു MNC സെറ്റപ്പിലേക്ക് മാറി. ഇപ്പോ നമുക്ക് ഊബർ വന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ വന്നപ്പോ എങ്ങനെയാണ്, നമുക്ക് കൊച്ചിയിൽ നിന്ന് MG റോഡ് ആണെങ്കിൽ 60-80 രൂപ ഉള്ളൂ. ഇന്ന് അതാ. അപ്പൊ എന്താണ് എല്ലാവരും അതിലേക്ക് എടുക്കുക, ഇത് കൊള്ളാലോ സംഭവം, ഓട്ടോക്കാരൊക്കെ മറന്ന് ഈ സംഭവം കൊള്ളാലോ. അപ്പൊ അതേപോലെയാണ് ഇപ്പോ സെലാബ് ഇവിടെ സൂചിപ്പിച്ച സംഭവം ഉണ്ടല്ലോ, ആദ്യം നമ്മൾ അടുപ്പിച്ചതിലേക്ക് ഭയങ്കര ഫീസ് കുറവ്, നല്ല അധ്യാപനം, പിള്ളേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോ 2 കൊല്ലം കഴിഞ്ഞപ്പോ സ്വഭാവം കൂടി മാറി. ഇപ്പൊ അവര് പറയുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കണം, മറ്റേ നമ്മ പറയുന്ന സ്ഥലത്ത് അവര് നിൽക്കുന്നത്. ഇപ്പൊ അവര് പറഞ്ഞാണ് ഇന്ന ഭയങ്കര ഫീസാണ്. ഇങ്ങനെ എല്ലായിടത്തും ബ്രാഞ്ചുകള്, എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കൊച്ചി നഗരസഭയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ബ്രാഞ്ചുകൾ ഉപയോഗിക്കുന്നത്, അതായത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. കൊച്ചിയിലെ അല്ല അത് ട്യൂഷൻ സെന്ററിലേക്ക് പോണില്ല. കൊച്ചി ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ്, തിങ്ങിപ്പാർക്കണ. ഇപ്പൊ ആണെങ്കിൽ കൊച്ചിയിലെ ആൾക്കാർക്ക് വീട് കിട്ടൂല, ഇവരിങ്ങനെ വാടകക്ക് വീടും ഇതൊക്കെ പരിപാടി നടത്തിയാൽ. അല്ല, ഈ വീടുകളിൽ ട്യൂഷൻ എടുക്കുന്ന സംവിധാനമുണ്ട്, പക്ഷെ ആ ട്യൂഷൻ സെന്ററിലേക്ക് കുട്ടികൾ പോകുന്നില്ല. എന്താ കാര്യം? വീടുകളില് അത് ആ ഒരു പഠനത്തിന്റെ പ്രതീതിയാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ അവർക്ക് ഇത് താല്പര്യമില്ല. അവിടെ അങ്ങനെയല്ല, അവിടെ ഭയങ്കര ടൂറ്, മറ്റേ ഓണം വന്ന ആഘോഷം, അങ്ങനെ. അതായത് കുട്ടികൾക്ക് സർവത്ര സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതെ, അവര് കൊടുക്കണല്ല. ഓണം വന്നാൽ കുട്ടികളല്ല കൊടുക്കണത്, രക്ഷകർത്താക്കള് ചോദിക്കുന്ന കാശ് കൊടുത്തോളൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഗ്രൂപ്പായിട്ടാണ് സ്ഥലത്ത് പോയി ചെയ്യുന്നത്. അവര് അന്വേഷിക്കും നമ്മുടെ കൂട്ടുകാരൊക്കെ എവിടെയാണെന്ന്. അപ്പൊ അങ്ങോട്ട് പോകടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാരും കൂടി അങ്ങോട്ട് പോകുന്ന. വാസ്തവത്തിൽ ഇപ്പൊ ഈ സൂചിപ്പിച്ചത് എന്താ വെച്ചാൽ ഈ രംഗത്തും ഒരു കുത്തകവൽക്കരണം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ സാധാരണ ഇപ്പൊ മുമ്പൊക്കെ നമുക്കൊരു പ്രീ ഡിഗ്രി പാസ്സായ അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായ പെൺകുട്ടികൾ അവരുടെ വിവാഹം വരെ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ എടുക്കും. എന്തെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് കിട്ടും. അപ്പൊ അത് വാസ്തവത്തില് എന്താണ് ഒരു വിധത്തിൽ അത് വലിയൊരു സർവീസും കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ സാധാരണഗതിയിൽ വലിയൊരു ട്യൂഷൻ സെന്ററിൽ പോകുമ്പോ 500 കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 100 രൂപ 150 രൂപ വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ 2 കൂട്ടരിക്കും. എന്നാൽ ഇവർക്ക് സുരക്ഷിതത്വം കൊണ്ട് വീട്ടിൽ അധികം ദൂരെ പോകണ്ട. ഇത്തരം ഈ ചെറുകിട സംരംഭങ്ങളെയൊക്കെ തകർക്കുകയാണ് ഈ ശരിക്കും ഈ വലിയ കുത്തകൾ വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ കൂടുതൽ ഫെസിലിറ്റിയോടെ വരുന്നതാണ്. പക്ഷെ അങ്ങനെ വലിയ ഫെസിലിറ്റി ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഫെസിലിറ്റി എന്നല്ല പറഞ്ഞ ഈ ടെക്നോളജി നേരത്തെ പറഞ്ഞത് ഈ ബോക്സ് ഓഫീസ് തന്ത്രങ്ങളൊക്കെ ഇത്തരം തന്ത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങോട്ട് പോകണമെന്ന് പിന്നെ നമ്മളറിയാതെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പേര് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളും ഈ ചിന്തയിലും ഈ പരസ്യത്തിലും നമ്മളും പെട്ടുപോയി. കുട്ടികൾക്ക് മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വരെയും ബോണ്ട് എഴുതി കൊടുക്കണം. ഇത്ര കൊല്ലം അവിടെ വർക്ക് ചെയ്യാം, വേറെ സ്ഥലത്ത് അതിന്റെ ഭാഗമാണ്. അധ്യാപകർ പറ്റുവാണെങ്കിൽ കാര്യം അവർക്ക് ആ സമയത്ത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാനോ ഒന്നും എടുക്കാൻ 2 വർഷം 3 വർഷം ബോണ്ടാണ് ഇരിക്കുക. ആ സമയത്ത് അവിടെ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ. അത്തരം സമീപനങ്ങളെ, അത്തരം കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെങ്കിൽ തൊഴിൽ രഹിതരായ അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പലരും ഇന്ന് രംഗം ഉപേക്ഷിച്ച് എന്ന് മാത്രമല്ല നല്ല രീതിയിൽ മാതൃകാപരമായി ട്യൂഷൻ എടുക്കുന്ന സെന്ററുകളൊക്കെ തായിട്ട് മാതൃകാപരമായി. കാരണം ഞാൻ ട്യൂഷന് പോയിട്ടുണ്ട്. ഞാൻ ട്യൂഷന് പോയ സെന്റർ വളരെ മനോഹരമായിട്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. 100 രൂപ കൊടുത്താൽ കൊടുത്തില്ലേലും കുഴപ്പമില്ല. ഇനി 100 രൂപ കൊടുക്കാൻ പറ്റിയില്ലേ, വേണ്ട, പഠിപ്പിച്ച് നമുക്ക് വീക്ക് എന്താണോ അതെല്ലാം പഠിപ്പിച്ച് നമുക്ക് തരും. വേറെ ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് 10ാം ക്ലാസ്സിലിട്ടാ. 10ാം ക്ലാസ്സിൽ ഇപ്പൊ അധ്യാപകര് അത്രയും നന്നായി കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ തന്നെ കൂട്ടിക്കൊണ്ടുവന്നാണ് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ അത്തരം സ്ഥാപനങ്ങള് എല്ലാം. എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു അധ്യാപകനുണ്ട്, പാവം, ഇവിടെ രക്ഷയില്ലാണ്ട് ഇപ്പൊ വേറെ തേവരല്ല ഇവിടെ ഉണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ സെന്ററൊക്കെ തുടങ്ങിയണ്ടേ, ഇവിടെ ഒന്നും രക്ഷില്ല, ഇവിടെയൊക്കെ കുത്തകവൽക്കരിച്ച് കഴിഞ്ഞ്. അപ്പൊ ഇത് രക്ഷില്ല. അപ്പൊ അദ്ദേഹം നന്നായി പഠിപ്പിക്കും.
മുജീബ് സാറിനൊക്കെ അറിയാം ആളെ പേര് പറയാൻ പിന്നെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞുതരാം. അത് അവരെപ്പോലുള്ള പാവങ്ങള് ഇന്ന് ഒരു രക്ഷയില്ലാതെ വിദേശത്ത് വരെ ബ്രാഞ്ച് ഉണ്ട് ഇപ്പോ ഇവിടെയുള്ള ട്യൂഷൻ സെന്റർ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണ്ടെന്ന് നമ്മൾ പറയണില്ല. പക്ഷെ ഇതെല്ലാം ഈ രക്ഷകർത്താക്കളുടെ വലിയൊരു ബേർഡൻ, വലിയൊരു സാമ്പത്തിക ബാധ്യത അവരുടെ തലയിൽ ഇട്ടുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇതില് പിന്നെ ട്യൂഷൻ സെന്ററുകാർക്കോ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളുടെ ഭാരവാഹികൾക്കോ ഒക്കെ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതേപോലെ നമ്മുടെ സർക്കാരുകൾക്കും അതേപോലെ മറ്റ് NGO-കൾക്കൊക്കെ ചെയ്യാനാവുന്നത്. കാരണം ഇതിന്റെ ദൂഷ്യഫലം എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ആത്യന്തികമായി അറിയാമെങ്കിലും പിന്നെ അവർക്കും നിർവാഹമില്ല, ഈ ഒഴുക്കിനൊത്ത് പോകാനേ സാധിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ മദ്യവേദനവധിക്ക് ഒരു കാരണവശാലും അങ്ങോട്ട് അടുത്തു പോകരുതെന്നുള്ള കർഷകർ ചിലപ്പോ അങ്ങനെ ഇപ്പൊ സാറ് സൂചിപ്പിച്ചു അത്തരം നിർദ്ദേശങ്ങളിൽ ചില ന്യൂനതകളും ഉണ്ടായിരുന്നു, ചില സതുദ്ദേശത്തോടെ വിളിച്ചു ചേർക്കപ്പെടുന്ന പരിപാടികളുണ്ട്. പക്ഷെ അത് അനുവദിക്കപ്പെട്ടുപോയാൽ പിന്നെ ഈ സതുദ്ദേശമൊന്നും അവിടെ കിട്ടൂല, അതാണ് പ്രശ്നം. അപ്പൊ അതേപോലെ കർശന ഇവിടെ നമുക്ക് ട്യൂഷൻ സെന്ററുകൾ വരാൻ പാടില്ലെന്നോ ഫെസിലിറ്റികൾ ഉപയോഗിക്കാൻ പാടില്ലെന്നോ അവർ ടെക്നോളജിയെ പിന്നെ ഫോളോ ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല നമ്മൾ പറഞ്ഞാലോ നിൽക്കില്ല, കാലം മതിയായ ഞാൻ പറഞ്ഞത് അത് കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്കൂളിൽ എടുക്കുന്നത് പഠിക്കണ്ട, സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകർ എടുക്കുന്നത് പഠിക്കണ്ട, ഞങ്ങൾ പറയുന്നത് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോ ഈ കുട്ടികള് ചെന്നിട്ട് നമ്മുടെ അധ്യാപകരോട് പറയുന്ന ഒരു കാര്യം എന്താ പറയുക, എന്താ പഠിക്കാത്തത്, ഇതെന്താ പഠിക്കുക, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാർക്കിന്റെ പ്രശ്നമാണ്. അത് മാർക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കാണ് എല്ലാം, മാർക്കല്ലാത്ത. പക്ഷെ പലപ്പോഴും ഈ സ്കൂളിലെ അധ്യാപകര് ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോ ഇത് ഭയങ്കര പൊട്ടത്തെറ്റായിരിക്കും പറയുന്നത്. അത് മറ്റൊന്ന് അല്ല. ഇപ്പൊ മറ്റൊരു കാര്യം പറയാം, ഇപ്പൊ നമ്മൾ ട്യൂഷൻ സെന്റർ ഒന്നും ഇല്ലാന്ന് വിചാരിക്കും, ഓൺലൈൻ ക്ലാസ് എന്ത് മാത്രമുണ്ട്. ഓൺലൈൻ ക്ലാസ് മദ്രസയിൽ ഇപ്പൊ ഇന്നലെ ടീച്ചറെ വിളിച്ചിട്ട് എന്നോട്, നല്ലൊരു ഫ്രണ്ടാണ്, അവരെ വിളിച്ചിട്ട് സാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1 മണിക്കൂറിന് 75 രൂപ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ മൊബൈൽ കുട്ടികളത് മാറ്റാൻ വേണ്ടി നോക്കണത് ഓൺലൈൻ ക്ലാസ് നടത്തിയിരുന്നു. ഇപ്പൊ എത്രയോ ആൾക്കാരുണ്ട് പോകണ്ട ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് നമ്മുടെ കോവിഡ് കാലത്ത് ആണ്. പക്ഷെ അത് മാറ്റാൻ പറ്റിയില്ല പിന്നീട്. അല്ലെ ട്യൂഷൻ സെന്ററുകാർ ഇപ്പൊ അത് ചെയ്യും, ഓൺലൈൻ ക്ലാസ് എടുക്കും. എന്തായാലും ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിരിക്കും, ആരെങ്കിലും കേട്ട ഓൺലൈൻ ക്ലാസ് എടുക്കും. അല്ല ഇതിനൊക്കെ സർക്കാർ സംവിധാനങ്ങൾ ഒരു മാനദണ്ഡം കൊണ്ടുവരണം. പൊതുവിദ്യാലയങ്ങൾക്കും എയ്ഡഡ് വിദ്യാലയങ്ങൾക്കും അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്കും മാനദണ്ഡമുണ്ട്. അത്തരം മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് സർക്കാരിന് ഈ ഇത്തരം ട്യൂഷൻ സെന്ററുകൾക്ക് കൂടി നിർബന്ധമാക്കിയാണ്. അതിന്റെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും വളരെ അടുത്ത സമയത്ത് തന്നെ അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ അതിനൊക്കെ ഒരു മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വല്ലാത്തൊരു പോക്കാണ്. ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങോട്ട് പോകണം, മറ്റു സ്ഥലങ്ങളിലേക്ക് വരാൻ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ നേരെ അരൂരേക്കും പോവുകയാണ്. അരൂരിൽ നിന്നുള്ള കുട്ടികൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. തൊട്ടടുത്ത് വിദ്യാലയം ഉണ്ടായാൽ പോലും അവിടെ ഒന്നും വേണ്ട, തന്റെ കുട്ടി പഠിക്കണം ഇന്നടുത്തായിരിക്കണം. അപ്പൊ പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയുമ്പോ ഇതാണ് കേട്ടോ സാർ, അതിൽ പറയുന്നുണ്ട് ക്ലാസ് പ്ലസ് ട്യൂഷൻ. വൈകുന്നേരം ട്യൂഷനും ഉണ്ട് ആ സ്കൂളിൽ തന്നെ. ഏത് അധ്യാപകർ തന്നെ ക്ലാസ് എടുക്കുക, പൈസ വേണ്ട, അവർ എക്സ്ട്രാ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ സ്കൂളിൽ ചെന്ന് പഠിക്കാന്നുള്ള അത് ഒരു പക്ഷേ പിന്നെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ തടയുക എന്നുള്ളതാണ്. ആ സ്കൂളിൽ പഠിച്ചാൽ കുട്ടികൾ നന്നായി വളരും എന്നുള്ളത് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് അധ്യാപകർ അതാണ് നേരത്തെ അൻവർ സാർ പറഞ്ഞ സതുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഈ മദ്യവേനൽ അവധിക്കാലത്ത് അത് വേണോ വേണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടതായിരിക്കും. എന്തായാലും 2 മാസക്കാലം കുട്ടികൾ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കായികപരമായ കോച്ചിങ് ഉണ്ട് 2 മാസം അവധിക്കാലം. ചിത്രരചന നമുക്ക് പഠിക്കാൻ കുട്ടികളെ വിടാം. അപ്പോഴും പോകണ്ടേ? അല്ല ചിത്രരചന നമ്മൾക്ക് മറ്റിൽ നിന്ന് മാനസികമായി വേറെ രീതിയിലേക്ക് നമ്മള് ചിത്രരചന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ തലയിലേക്ക് വേറെ സാധനം അത് സ്കൂളുകളിൽ നടത്തിയല്ല.
ആ സ്കൂളിൽ നടത്തണം. ഇപ്പൊ അധ്യാപകര് പറയണ അല്ല, ചിത്രരചനയൊക്കെ നടത്തുന്നതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ല എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മുടെ ചിത്രരചന അല്ല പ്രശ്നമാകുന്നത്. ചിത്രരചനയുടെ പേരിൽ പിന്നെ മാർക്ക് ഏണിംഗ് സിസ്റ്റം കൊണ്ടുവരാനാണ് പിന്നെ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അതാണ് പ്രശ്നം. ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യാം, കലകൾ പഠിപ്പിക്കാം. അല്ല, അതൊക്കെ ശരിക്കും മദ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. പിള്ളേർക്ക് ഓവർ ബേഡൻ കൊടുക്കരുതല്ലോ, അടിച്ചേൽപ്പിക്കുന്നത് തുല്യമാണ്. കാരണം ഈ 10 മാസം ഇവര് ഇതിന്റെ അകത്തായിരുന്നല്ലോ, ഈ പെട്ടിക്കകത്തായിരുന്നല്ലോ. ഈ പെട്ടിയിൽ നിന്ന് 2 മാസം അവർക്ക് ഒരു മോചനം കിട്ടുമല്ലോ. 6 മണിക്ക് എണീച്ച ട്യൂഷൻ, അല്ല 9 മണിക്ക് സ്കൂള്, 4 മണിക്ക് വന്ന് വീണ്ടും ട്യൂഷൻ പോണ കുട്ടികളുണ്ട്, അതിലേക്ക് മദ്രസ ഉണ്ട്. അപ്പൊ പിള്ളേർക്ക് സമയമില്ല. അല്ലെന്ന് ഇവിടെ ഇപ്പൊ ഈ റംസാൻ കാലത്ത് ചില ട്യൂഷൻ സെന്ററുകള് നോമ്പ് പിടിച്ച് കുട്ടികൾക്ക് 6:15 അവര് വിടണത്, വീട്ടിലേക്ക് വിടണത് 6:15. 20 മിനിറ്റ് ആകെ കിട്ടുള്ളൂ ആ കുട്ടികൾക്ക്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരണം, വീണ്ടും ട്യൂഷനാണ്. അപ്പൊ ഇത് കുട്ടികളുടെ മാനസികമായിട്ട് കുട്ടികളെ അവരൊരു ഒരു എന്താ പറയുക, യാന്ത്രികമായി പോയാണ് കുട്ടികളുടെ ജീവിതം. അത് യാന്ത്രികമായി പോകുന്നു. ഈ ട്യൂഷൻ സെന്ററുകൾ വേണം. നമ്മൾ ഒരിക്കലും ട്യൂഷൻ സെന്റർ വേണ്ടതല്ല. ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനത്തിൽ വലിയ മാറ്റം, ഒരു പൊതു മാനദണ്ഡം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ കൊണ്ടുവരുന്ന എന്റെ ഒരു അഭിപ്രായം എന്ന് പറയാൻ, രാവിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വരുത്താൻ വേണമെങ്കിൽ ഇപ്പോ വീക്കായിട്ട് നിൽക്കുന്ന കുട്ടികളെ നമുക്ക് ക്ലാസ്സിൽ ഇരുത്തണ്ടെന്ന് അവരെ എക്സ്ട്രാ കുറെ സാധനങ്ങൾ പഠിപ്പിക്കാമല്ലോ. എനിക്ക് സാറിനോട് കാര്യം പറയാനുണ്ട്. സ്കൂളിൽ തന്നെ PT ഫീൽഡ് PT ഫീൽഡ് പോലും നമ്മുടെ കാലം തൊട്ട് അങ്ങനെയാണ്. PT ഫീൽഡ് വേറെ വിഷയത്തിലൊന്നും എടുക്കണേ. അപ്പൊ പിന്നെ സാറ് പറഞ്ഞ യാതൊരു അർത്ഥമില്ല. അല്ല, നമ്മളെ LP-യിലൊക്കെ സംബന്ധിച്ച് PT പീരീഡ് ഇല്ല. ഇപ്പൊ നിർബന്ധമാണ്. ഇപ്പൊ നേരത്തെ സലാം പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. മുമ്പത്തെ അധ്യാപകരെ കുറിച്ച് പറഞ്ഞു. നേരത്തെ വളരെ കമ്മിറ്റഡ് ആയ, വളരെ കഴിവുള്ള, മനുഷ്യത്വമുള്ള, സഹാനുഭൂതിയുള്ള, ചേർത്ത് പിടിക്കാൻ കഴിയുന്ന പഴയകാല അധ്യാപകരെ കുറിച്ച് പറഞ്ഞു. അവർക്ക് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നതിന്റെ ഒരു കാരണമാണ് ഇപ്പൊ പറഞ്ഞത്. പോയ കാലത്ത് ഒരുപക്ഷെ പൊതുവിദ്യാലയങ്ങൾക്ക് കുറച്ച് തളർച്ച ഉണ്ടായിട്ടുണ്ട്. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അങ്ങനെ വീഴ്ച വന്ന സമയത്താണ് വാസ്തവത്തിൽ എല്ലാ തരത്തിലും മികവുള്ള ചില ട്യൂഷൻ സെന്ററുകളും ചില അധ്യാപകരും ഒക്കെ അന്ന് ഉയർന്നു നിന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇപ്പോ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പൊതുവിദ്യാലയങ്ങൾ അവരുടെ വീഴ്ചയിൽ നിന്ന് പിന്നെ കരകയറുകയും ഏറ്റവും മികച്ച സാധനം തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് അവർ നിൽക്കുകയാണ്. ഒരു പരാതിക്കും ഇട നൽകാൻ നമുക്ക് പറയാനില്ലാത്ത രൂപത്തിൽ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അവരുടെ സൗകര്യങ്ങളിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, അവരുടെ അധ്യാപനങ്ങളിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും അവർക്ക് പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാവുന്ന വിധത്തിൽ ആർജവം അവർ നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടേക്ക് ഒരു അസോസിയേഷൻ ഉണ്ട്, സമിതിയുണ്ട്. അവരതിൽ വളരെ ജാഗ്രതയുള്ളവരാണ്. അത്തരം സമിതികളൊക്കെ എല്ലാ വിദ്യാലയങ്ങളിലും നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പിന്നെയും ട്യൂഷൻ സെന്ററുകളും ഇത്തരം ഈ മത്സരങ്ങളുമായിട്ട് പോകുന്നത് ഈ കച്ചവടത്തിന്റെ ആ ഒരു ഇത് മാത്രമാണ് അതിലുള്ളത്. അവർക്ക് പിന്നെ കുട്ടികൾക്ക് മാർക്ക് വേണം, അവർക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, IAS കളക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹം രക്ഷിതാക്കൾക്ക് ഉണ്ട്. അതനുസരിച്ചിട്ട് മാർക്ക് നേടാൻ വേണ്ടി ട്യൂഷൻ സെന്ററുകളെ ആശ്രയിക്കാം. അതിലൊന്നും ആ സംവിധാനങ്ങളെയൊന്നും നമുക്ക് ഇല്ലാതാക്കാനോ ഒന്നും സാധിക്കില്ല. ഇനിയും അത് കൂടിക്കൊണ്ട് തന്നെ വരും. പക്ഷെ അവിടെയൊക്കെ വരുമ്പോഴും എന്താണ് ആ നിയന്ത്രണത്തിൻ്റെതായ, വെറുതെ പട്ടത്തെ ഇങ്ങനെ എടുത്ത് വിട്ടാൽ അത് എങ്ങോട്ട് പോകും എന്ന രൂപത്തിലേക്ക് പോകാതെ ഒരു ചരടിൽ നിയന്ത്രിക്കപ്പെടണം. അതുപോലെ തന്നെ സാറേ, ഞാൻ പറയട്ടെ, ഒരു 500 കുട്ടികൾ പഠിക്കുന്ന ഒരു ട്യൂഷൻ സെന്റർ, അവിടെ എന്തുകൊണ്ടിട്ട് 100 കുട്ടികൾക്ക് കിട്ടുന്ന ഫുൾ A+. ഇവർക്ക് വാങ്ങുന്ന കാശ് എല്ലാവരും ഒന്നും ഒരേപോലെയല്ലേ വാങ്ങുന്നത്. അങ്ങനെ ഈ 500 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടണ്ടേ? ഈ ട്യൂഷൻ സെന്റർ ഇല്ലെങ്കിലും ആ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുമെന്ന് അത് വാസ്തവത്തില് പൊതുസമൂഹം അത്ര അംഗീകരിച്ചിട്ടില്ല ഈ പറഞ്ഞത്. ഇപ്പം ഈ പഴയ ട്യൂഷൻ സെന്ററുകാര് എത്രമാത്രം കുട്ടികളുടെ റിസൾട്ടിനെ അവരുടെ വളർച്ചക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നോ അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ വിദ്യാലയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞ പോലെ ഇവര് ട്യൂഷൻ സെന്ററിലേക്ക് പറഞ്ഞയച്ചില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ സാധനം കിട്ടും. പക്ഷെ അത് കിട്ടുമോ ഇല്ലെന്നുള്ള പേടിയാണ്. അപ്പൊ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇത് കിട്ടുമോ?
പിന്നെ ചെറിയ ക്ലാസ് തുടങ്ങിയിട്ട് അവര് സമയബന്ധിതമായി ഓരോ മാർക്കും സമയബന്ധിതമായി ഗ്രേഡും നേടിയാൽ അവർക്ക് ആ സമയത്ത് പബ്ലിക് എക്സാമിനേഷൻ എഴുതുമ്പോൾ പ്രയാസമില്ലാതെ നേടാൻ കഴിയുമെന്നുള്ള ഒരു വിഷയം ഉണ്ട് അതിനകത്ത്. ശരിക്കും ട്യൂഷൻ സെന്ററുകൾ വീക്കായ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ട്യൂഷൻ സെന്ററുകൾ. അതെ, അല്ലാണ്ട് ഏതൊരു വീക്ക്നെസ് ആയാലും അത് തന്നെ. ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ഹിന്ദി എഴുതാനും വായിക്കാൻ അറിയില്ല, മലയാളം എഴുതാനും വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മാത്സിലെ ചതുഷ്ക്രിയകൾ അവർക്ക് അറിയില്ല, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവർക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ആണ് നമ്മൾ ട്യൂഷൻ സെന്റർ ശരിക്കും നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്, ട്യൂഷൻ സെന്റർ കൊണ്ടാക്കുന്നത്. അല്ലാതെ എബോ ആവറേജ് ഇപ്പൊ 70% എബോ കഴിവുള്ള കുട്ടികളെ ശരിക്കും ട്യൂഷൻ സെന്ററിൽ ആക്കേണ്ട ആവശ്യമില്ല. ആ അതല്ല, അവര് വീട്ടിലിപ്പോ ഇരുന്ന് പഠിച്ചാലും അവർക്ക് ആ ഫുൾ A+ കിട്ടും. ഒരാവശ്യമില്ല അവർക്ക് ശരിക്കും പറഞ്ഞാല് ഈ ട്യൂഷൻ സെന്ററിൽ വിടേണ്ടത്. ശരിക്കും ഈ വീക്കായ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ട്യൂഷൻ സെന്റർ പ്രവർത്തിക്കേണ്ടതും. അങ്ങനെയുള്ള കുട്ടികൾ മാത്രം ട്യൂഷൻ സെന്ററിലേക്ക് വിട്ടാൽ മതി എന്റെ അഭിപ്രായം. ഇപ്പൊ തന്നെ ഈ ചർച്ചയില് കൊച്ചിയിലെ ഒരു പ്രമുഖ ട്യൂഷൻ സെന്ററിലെ അവരെ പ്രതിനിധിയെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അവരതിൽ നിന്ന് പിന്മാറി. അവരിന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കോർണർ ചെയ്യാനാണെന്നാണ്. അപ്പൊ അതിൽ അങ്ങനെ അവര് പറയുമ്പോ അതിന്റെ അർത്ഥം അവരെന്തോ കുഴപ്പങ്ങളുണ്ട്. ഫീസ് കൂടുതലാക്കി പക്ഷെ അവരെ വിളിച്ചതാണ്. അതെന്തുകൊണ്ടായിരിക്കും അവര് അപ്പൊ എന്തൊക്കെ മറക്കാനുണ്ടെന്നുള്ളതല്ലേ. അല്ല, ഞാൻ പറഞ്ഞതേ എനിക്ക് എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിലല്ലേ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുള്ളൂ. ചിലപ്പോ ഇക്കാലത്തെ ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനത്തിൽ ആശാസ്യകരമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നവരായിരിക്കാം അവര്. അപ്പൊ അതുകൊണ്ട് അത് ചർച്ചയിലേക്ക് വരുമ്പോ അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ ഇത് ചെയ്യാനോ അവർക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം പിന്നെ അതിലേക്ക് പോകാതിരിക്കുന്നതാണല്ലോ നല്ലത് എന്നൊരു ചിന്തയുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ ഏറെക്കുറെ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. നമ്മൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനത്തിൽ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും പൊതു മാനദണ്ഡം ഉണ്ടാക്കണമെന്നും അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണമെന്നുമാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അധികാരികളുടെ മുമ്പാകെ എത്തിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.